നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ മാറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഈ പീഡനം നടത്തുന്നവർ, ഇവർ നടത്തുന്നവർ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടേ പോകാറ്. അമ്മയ്ക്ക് 2 കാമുകന്മാരുണ്ടായിരുന്നു. ഈ 2 കാമുകന്മാരോടൊപ്പം അമ്മ സെക്ഷൽ ഇത് ചെയ്യുമ്പോൾ ഈ കുട്ടി അടുത്ത് കിടക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ എവിഡൻസ് വന്നപ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് ഞെട്ടുന്ന ഒരു സംഭവമാണ്. കുട്ടി പറഞ്ഞ കാര്യം അമ്മയും കൂടെ ഈ അബറ്റ്മെൻ്റ് എന്നതുണ്ട്, എന്നുവെച്ചാൽ പ്രേരിപ്പിക്കുക. റേപ്പിനൊരു ഒഫൻസിന് ഇത്ര ശിക്ഷയാണ്, ആ ശിക്ഷ കുട്ടി അമ്മയ്ക്ക് കിട്ടും. അമ്മയെ 40 കൊല്ലം ശിക്ഷിച്ചു. ഈ 2 കുട്ടികൾ എൻ്റെ കൈ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എനിക്കെൻ്റെ അമ്മയെ കാണണ്ട, എനിക്കെൻ്റെ അമ്മയെ. ഇവരുടെ എല്ലാവർക്കും ഒരു കോമൺ ഒരു സ്വഭാവം ഉണ്ടോ ഈ ക്രിമിനൽസിന്? ഇത് ക്രിമിനൽസ് ഇത് ചെയ്യാറില്ല. ഒരുപാട് ക്രിമിനൽസിനെ ഒന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. അടിപിടി, കുത്ത്, കൊലപാതക കേസിലുള്ളവർ. ആരാണ് ഈ കേസിലെ പ്രതികൾ? എനി പേഴ്സൺ ഹു ഹാസ് സം റിലേഷൻ വിത്ത് ദി വിക്ടിം, കുട്ടിയോട് അടുപ്പമുള്ള, കുട്ടിയെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവർ, കുട്ടിയോട് സ്ഥിരമായി ബന്ധപ്പെടുന്നവരാണ്. പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്, ഈ പോൺ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അവരെന്ത് ചെയ്ത് ഈ കുട്ടികളുടെ വീഡിയോസ് ഉണ്ടാവും. യുണൈറ്റഡ് നേഷൻസ് അടക്കം കുട്ടികളുടെ വീഡിയോ കാണുന്ന അപ്പമാർക്ക് മെസ്സേജ് കിട്ടും. അങ്ങനെ ഒരു ആപ്പുണ്ട്. ആ മെസ്സേജ് ഇട്ട് ഉടനെ തന്നെ പോലീസ് എത്തി അപ്പം തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യും. 18 വയസ്സ് മുമ്പ് പ്രണയിക്കുന്ന ഒരു കുട്ടി, എത്രയോ പേരുണ്ട്, ഇഷ്ടംപോലെ ഉണ്ടാവും. കാമുകനുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായാൽ അത് ക്രൈമാണോ എന്നാണ്. ക്രൈമാ മേജർ ആവാതെ ഒരു കുട്ടി കൊടുക്കുന്ന കൺസെന്റ് അതിന് കൺസെൻ്റായിട്ട് എടുക്കില്ല. പോക്സോ കേസിൽ ഒരു 20-30% കേസ് എടുത്താൽ പ്രണയിച്ചുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ്. കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു നോ, അത് നമ്മുടെ ജീവിതത്തിലേക്കുള്ള യെസ് ആയിരിക്കും. ഹായ് ഗൈസ്, വെൽക്കം ടു പിങ്ക്. ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദ ഗ്രാൻഡ് ഗോൾഡൻ ഡയമണ്ട്സ് ആണ്. നിങ്ങളൊരു ഡയമണ്ട് പ്രേമിയാണെങ്കിൽ ദ ഗ്രാൻഡ് ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഡയമണ്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും, ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എന്നാൽ മികച്ചതായി. സോ കാലിക്കറ്റിന്റെ മണ്ണിൽ ദ ഗ്രാൻഡ് ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു നിയമമാണ്, പക്ഷേ എല്ലാവർക്കും അപരിചിതമായിട്ടുള്ള ഒരു നിയമം കൂടെയാണ്. യെസ്, പോക്സോ. നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത അഭിഭാഷകൻ 800-ലധികം കേസുകൾ വാദിച്ചിട്ടുള്ള ഒരു വക്കീലാണ്. തിരുവനന്തപുരം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ടിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് വിജയമോഹൻ. ഹായ്. നമസ്കാരം. ഹൗ ആർ യു സർ? ഫൈൻ, താങ്ക് യു. ഇപ്പം പോക്സോനെ പറ്റി സംസാരിക്കാനും സാറിൻ്റെ ബാക്കി കേസുകളും കുറേ കേസുകളെ പറ്റി സാറിന്ന് നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് വന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ റിയലി വോണ്ട് ടു ആസ്ക്, വാട്ട് ഈസ് പോക്സോ? പോക്സോ ആക്ട് എന്ന് പറയുമ്പോൾ പ്രിവെൻഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്, അതാണ് ആക്ടിൻ്റെ ഉള്ള ചുരുക്കമുള്ള പേര്. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെയോ ആൺകുട്ടികളെയോ ഏത് ജെൻഡറായാലും ശരി, അവരെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്താൽ, സെക്ഷലി അബ്യൂസ് ചെയ്താൽ ഈ ആക്ട് പ്രകാരം ശിക്ഷാർഹമാണ്. അത് ഇറസ്പെക്റ്റീവ് ഓഫ് ആണ്. ഇത് ഒരു എല്ലാ ജെൻഡറും ഉൾപ്പെടുന്ന വരുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി ബിലോ 18 years. മീൻസ് 17 years, 17 വയസ്സും 9 മാസമായാലും നിൽക്കും. 18 വയസ്സ്, വെദർ ഷീസ് അറ്റൈൻഡ് മെജോറിറ്റി ഓർ നോട്ട്, മേജർ ആവാത്ത എല്ലാം ഇതിൽ ബാധകമാണ്. ഈ ആക്ട് പ്രകാരം ശിക്ഷാർഹമാണ്. ബട്ട് വൺ തിങ് ഈസ് ദർ, ഓൺലി സെക്ഷലി അബ്യൂസ് ഓർ സെക്ഷലി എക്സ്പ്ലോയിറ്റേഷൻ ഓൺലി. ഓക്കെ. സെക്ഷലി ആയിട്ട് ചിലപ്പോൾ പോൺ പിക്ചേഴ്സ് അടക്കമുള്ള സെക്ഷലി ഒരു കളർ റിമാർക്സ് അടക്കമുള്ള എല്ലാ ഒഫൻസസും ഈ ആക്ടിനകത്ത് വരും. ഇപ്പം സാറിൻ്റെ ഒരു ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ നമ്മൾ പറയുമ്പം പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നുള്ളൊരു പൊസിഷനാണ്. സോ ബേസിക്കലി നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഡിഫൻസ് ലോയർ, പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബാക്കി ലോയേഴ്സിൽ നിന്ന് എന്താണ് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുമ്പം ഉള്ള ഒരു വ്യത്യാസം എന്താണ്? നമ്മുടെ പോക്സോ ആക്ടിൽ വരുന്നത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നാണ്. അതിൽ വ്യത്യാസമൊന്നുമില്ല, അഭിഭാഷകരാണ്. പക്ഷേ ഗവൺമെൻറ് സൈഡിൽ നിൽക്കുന്നവരാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. മീൻസ് ദേ സ്റ്റാൻഡ് ഫോർ ദ വിക്ടിം.
പോലീസിൻ്റെ പ്രോസിക്യൂഷൻ സ്റ്റോറി എന്താണോ ആ പ്രോസിക്യൂഷന് വേണ്ടി വിക്ടിമിന് വേണ്ടി നിലനിൽക്കുന്ന അഭിഭാഷകൻ. ബേസിക്കലി വി ആർ ലോയേഴ്സ്. ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഞാൻ പറയാം പോലീസ് എന്നുള്ളൊരു പണിയാണ്. ഞാനിപ്പോൾ റീസെൻ്റ് ഇപ്പോൾ റോന്ത് എന്നുള്ളൊരു മൂവിയും കൂടെ കണ്ടപ്പോൾ ഇറ്റ് വാസ് റിയലി ഡിസ്റ്റർബിങ് കണ്ടപ്പോൾ. കാരണം ഒരിക്കലും ചിരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ജോലിയല്ല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക്. കാരണം ചിരിക്കേണ്ട കാര്യമായിട്ട് അതിലൊന്നും വരുന്നില്ലല്ലോ. അങ്ങനത്തെ കാര്യങ്ങളല്ല അവർ ഡീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ വളരെ രൂക്ഷമായിട്ടുള്ള നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത്. സോ ഐ റിയലി വോണ്ട് ടു നോ സർ എപ്പോഴെങ്കിലും ഡിസ്റ്റർബ്ഡ് ആവാറുണ്ടോ, അല്ലെങ്കിൽ ആർ യു ഡിസ്റ്റർബ്ഡ്? ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം വെരി മച്ച് പ്രൗഡ് ദാറ്റ് ഐ എം എ ലോയർ. പിന്നെ ഡിസ്റ്റർബ്ഡ് ആവുമെന്ന് വെച്ചാൽ ചെയ്യുന്ന ജോലി അങ്ങനത്തെ ഒരു ജോലിയാണ്. നമുക്കൊരു നിരപരാധിയായിട്ടുള്ള ഒരാൾ നമ്മുടെ കയ്യിൽ വരാം. ഐ എം സെയിങ് ഓൺലി ആസ് എ ലോയർ ഓൺലി, നോട്ട് ആസ് എ പ്രോസിക്യൂട്ടർ. അപ്പോൾ അവരുടെ ജീവിതമാണ് നമ്മുടെ കയ്യിലോട്ട് അവരെ ഏൽപ്പിക്കുന്നത്, ദെയർ ലൈഫ്. ഇപ്പം ഒരു ക്രിമിനൽ കേസ് ആവണമെന്ന് സിവിൽ കേസ് തന്നെ ഇരിക്കട്ടെ, ദെയർ ലൈഫാണ്. അവരൊരു സിവിൽ കേസിൽ ഉൾപ്പെട്ടിരിക്കുമ്പോൾ അവരെ വസ്തുവിനെ സംബന്ധിച്ചായാലും അവരെ ഒരു ലൈഫാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിൻസിയറിറ്റി പ്രകാരം, നിയമപ്രകാരം വി ക്യാൻ ഹെൽപ്പ് ഹർ ഓൺലി ലീഗലി. whether it is a right case or a wrong case, but we can help only legally നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആസ് എ ലോയർ അത് ചെയ്യുക. അത് തന്നെയാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തന്നിട്ടുള്ള റൈറ്റും. ബട്ട് വി ആർ പ്രിവിലേജ്ഡ് ഓൾസോ. നമുക്ക് പ്രിവിലേജുള്ള റൈറ്റാണ്. അപ്പോൾ ഒരു ക്ലയൻറ്റ് നമ്മളോടൊപ്പം സംസാരിക്കുന്ന കാര്യം, ഇറ്റ് ഈസ് എ പ്രിവിലേജ് ടു അസ്. അത് നമുക്ക് വെളിപ്പെടുത്തണമെന്നില്ല, എക്സെപ്റ്റ് ഇൻ പോക്സോ കേസ് ഓർ സെക്ഷൽ ഒഫൻസസ്. ഇപ്പോൾ ഈ പോക്സോയിൽ സർ നേരത്തെ മെൻഷൻ ചെയ്തൊരു കാര്യമാണ് സെക്ഷൽ ഹെറാസ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന എന്ത് കാര്യവും ഈ ഒരു നിയമത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണെന്ന്. അതെ. അപ്പോൾ അല്ലാതെ ഇപ്പോൾ കുട്ടികൾ നേരിടുന്ന ഹെറാസ്മെൻറ്റുകളോ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, വയലൻസ് കാര്യങ്ങൾ, ഇത് ഏത് ലോൻ്റെ അണ്ടറിലാണ് വരുന്നത്? അല്ല, ഞാൻ പറഞ്ഞതുപോലെ ഈ പോക്സോ ആക്ടിനകത്ത് വരുന്ന കാര്യങ്ങൾ ഈ സെക്ഷൽ അബ്യൂസ്, പെൻട്രേറ്റീവ് സെക്ഷൽ അബ്യൂസ്, പിന്നെ ഈ കുട്ടികളുടെ പോൺ പിക്ചേഴ്സ് കാണിക്കുക. ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്നത് പോൺ വീഡിയോസുള്ള ക്രൈംസാണ് കൂടുതൽ വരുന്നത്. ഇൻ്റർനെറ്റ് ക്രൈംസാണ് കൂടുതൽ വരുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയുടെ പടം കട്ടിയാൽ അതിനെ മിസ്യൂസ് ചെയ്തിട്ട് നെറ്റിൽ പ്രചരിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഈ കൊച്ചുകുട്ടികളെ തന്നെ സെക്ഷുവലി റിമാർക്സോടുകൂടി എപ്പോഴും ബാക്കിൽ കൂടെ പോയി അവരെ ശല്യപ്പെടുത്തുക, അങ്ങനെ ഉള്ള എല്ലാ ഒഫൻസസും വരും. ഇപ്പോൾ തന്നെ ഒരു കുട്ടിയെക്കുറിച്ച് സെക്ഷുവൽ റിമാർക്സോടുകൂടി കമൻ്റ് ഇടുക, ഫോണിൽ കൂടെ മെസ്സേജ് അയക്കുക. ഇഫ് എനിവൺ സീസ് ലൈക്ക് ദാറ്റ്, ദെൻ ദാറ്റ് ഈസ് എ ക്രൈം അണ്ടർ ദിസ് ആക്ട്. അപ്പോൾ ഈ സെക്ഷുവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസസ്, അബ്യൂസ്, സെക്ഷുവൽ അബ്യൂസ്, പെൻട്രേറ്റീവ് സെക്ഷൽ അബ്യൂസ്, അങ്ങനെയുള്ള കേസുകൾ മാത്രമാണ് ഈ പോക്സോ ആക്ടിൽ കൂടുതലും വരുന്നത്. അതായത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള, നമുക്ക് കുറച്ചുകൂടെ ഡിഗിൻ ചെയ്തു പോകാൻ പറ്റുന്ന ഒരു. അതെ, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കുട്ടികൾ നാളത്തെ തലമുറയാണ്. ദേ മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. ഇപ്പം വില്യം ബേർഡ്സ്വർത്ത് പറഞ്ഞ ചൈൽഡ് ഈസ് എ ഫാദർ ഓഫ് മാൻ മീൻസ് അവർ നേഷൻ ആൻഡ് അവർ കൺട്രി ആർ വെരി മച്ച് സീരിയസ് അബൌട്ട് അവർ ചിൽഡ്രൻ ബിക്കോസ് ദേ ആർ ദ ഫ്യൂച്ചർ. അപ്പോൾ അവരെ ഫ്യൂച്ചറിൻ്റെ അവർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അവർ ഈ കൊച്ചു മനസ്സുകളാണ്, പൂമ്പാറ്റകളെ പോലെ കളിച്ച് നടക്കുന്ന ആ കുട്ടികളുടെ ആ പ്രായത്തിൽ വരുന്ന ആ കുട്ടികൾ കേൾക്കുന്ന ഒരു സെക്ഷുവൽ അബ്യൂസ്, ദാറ്റ് ഈസ് എ ട്രോമ ഇൻ ദെയർ ലൈഫ്. ആ ഒരു ജീവിതത്തിൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ട്രോമയിലോട്ട് പോകുന്നതാണ് ഈ സെക്ഷുവൽ വയലൻസ് കൂടുതലും. അപ്പോൾ അവരെ കുട്ടികളെ രക്ഷിക്കണം. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇത്തരം സ്വഭാവമുള്ളവർ ഇപ്പോൾ ഒരു 10-15 കേസ് നടക്കുമ്പോൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പണ്ട് പോക്സോ ആക്ടിന് മുമ്പ് ഈ സാധനം വന്നിട്ടേ ഇല്ല. ബട്ട് നൗ ദ പീപ്പിൾ ഈസ് വിജിലൻറ്റ്. നമ്മൾ നമ്മുടെ കുട്ടികളുടെ ചലനങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ മകൾ എവിടെ പോകുന്നു, എൻ്റെ മകളുടെ മുഖത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ്, എൻ്റെ മകൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം ചിരിക്കാത്തത് എന്തുകൊണ്ട്, നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക തന്നെ വേണം. കാരണം വി ആർ ഇൻ എ ഫാസ്റ്റസ്റ്റ് വേൾഡ്. നമുക്ക് സമയമില്ല, ടു ബി ഫ്രാങ്ക്. വലിയ വർത്തമാനം പറയുന്ന നമുക്കും സമയമില്ല. വീട്ടുകാരെ നോക്കില്ല, കുട്ടി എവിടെ പോകുന്നു, കുട്ടി ഇപ്പം നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ കുട്ടികളെ കാണുന്ന ടീച്ചേഴ്സാണ്. നമ്മൾ രാത്രി ജോലി കഴിഞ്ഞ് ഏത് അമ്മയും അച്ഛനും ജോലിയുള്ള അച്ഛനും അമ്മയും ആണെങ്കിൽ എന്താണ് 8 മണി കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിലെത്തുന്നത്. വിത്ത് ഫ്യൂ അവേഴ്സ് ആണ്. പിന്നെ കുട്ടികൾക്ക് ഉള്ളത് പഠിപ്പിച്ചു കൊടുത്ത് രാത്രി കിടത്തുറക്കുകയാണ്. കാരണം രാവിലെ അതിരായിട്ട് പോകണം, നമുക്കും പോകണം. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ മാറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെ. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്ത് മാറ്റം ഉണ്ടായി, നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ സ്കൂളിലെ ടീച്ചർ ദേ ആർ വിജിലൻറ്റ്.
കേരളത്തിലെ അധ്യാപകരെക്കുറിച്ച് വളരെ സർക്കാർ സ്കൂളിലെ അധ്യാപകരെക്കുറിച്ച് ഒരുപാട് എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം അവരൊക്കെ വളരെ വിജിലൻ്റാണ്. അവർ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ദിവസവും കാണുന്ന കുട്ടി, ഓട്ടത്തിൽ മിടുക്കിയായിട്ടുള്ളൊരു കുട്ടി, ആ കുട്ടി പെട്ടെന്ന് പിന്നോട്ട് വരുന്നു. പഠിത്തത്തിൽ മിടുക്കിയായിട്ടുള്ള കുട്ടി, ആ കുട്ടി പെട്ടെന്ന് പിന്നോട്ട് വരുന്നു. എല്ലാവരോടും ചിരിച്ച് ഉല്ലസിച്ച് നടക്കുന്ന കുട്ടി പെട്ടെന്ന് സൈലൻ്റ് ആവും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതെല്ലാം പീഡനമാവണമെന്നില്ല. ബട്ട് ദർ ഈസ് സം ഡിഫക്റ്റീവ് ടു ദ. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ശ്രദ്ധ ഉണ്ടായാൽ ഇതിന് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഈ പീഡനം നടത്തുന്നവർ, ഇവർ നടത്തുന്നവർ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടേ പോകാറുള്ളൂ. അതൊരു പൊതു ക്യാരക്ടർ. ഞാൻ പറയുന്നത് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ അനുഭവത്തിൽ വന്ന കാര്യങ്ങളാണ്. അവർ ഭീഷണിപ്പെടുത്തിയിട്ടേ പോകാറുള്ളൂ. അപ്പോൾ ഒരു കുട്ടി ഈ സംഭവം വെളി പറയില്ല. ഭീഷണി നിന്നെ കൊല്ലുമെന്നായിരിക്കാം, നിൻ്റെ അച്ഛനെ കൊല്ലുമെന്നായിരിക്കാം, നിൻ്റെ അമ്മയെ കൊല്ലുമെന്നായിരിക്കാം. ആ ഭീഷണികളായിരുന്നു. ആ ഭീഷണിയിലേക്ക് ഈ പിഞ്ച് മനസ്സൊന്നും പെട്ടെന്ന് താങ്ങൂല. അവർക്ക് വലുതെന്നാൽ അവർ കണ്ട ലോകം അച്ഛനും അമ്മയും രക്ഷിതാക്കളും മാത്രമാണ്. അപ്പോൾ ആ ഒരു പേടിയിൽ അവർ പറയില്ല. പിന്നെ ഇതെപ്പോഴാണ് പറയുന്നത്? ഒന്നുകിൽ ഈ കുട്ടിയെ ശ്രദ്ധിക്കുന്ന രക്ഷിതാക്കൾ, അതിൻ്റെ മാറ്റം ശ്രദ്ധിക്കുന്ന രക്ഷിതാക്കൾ, മാറ്റം ശ്രദ്ധിക്കുന്ന അധ്യാപകർ, മാറ്റം ശ്രദ്ധിക്കുന്ന ഒരു റിലേറ്റീവ്, മാറ്റം ശ്രദ്ധിക്കുന്ന ഒരു കൗൺസിലർ. ചിലപ്പോൾ അവരോട് ഇവർ പറയാൻ ബുദ്ധിമുട്ടില്ലാതെ പറയാം. അവർ പറയുന്നത് എന്താണ്? വെളിയിൽ പറയരുതേ, എൻ്റെ അച്ഛനെ കൊന്നുകളയും എന്ന് പേടിച്ച് പറയുന്നവരായിരിക്കും. പക്ഷെ അത് വെളിയിൽ പറയുന്നതാണ് കേസാവുന്നത്. അപ്പോൾ ചിലപ്പോൾ കാലങ്ങൾ കഴിഞ്ഞിരിക്കാം. ചിലരപ്പം തന്നെ പറയും. താങ്ങാൻ പറ്റാത്തൊരു മാനസിക സമ്മർദ്ദം അവർക്ക് വരും. പ്രഷർ, മെൻ്റൽ ഡിപ്രഷൻ വരും അവർക്ക്. ഒരു ട്രോമ, ദേ വിൽ ബി ഫേസിങ് എ വീക്ക് ട്രോമ. അപ്പോൾ പറയുന്നവർ കാണും. അപ്പോൾ ഈ പറയുന്നത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ 10-15 കേസ് നടക്കുമ്പോൾ ഒന്നായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്, ബാക്കി 10 അവിടെ കിടക്കുകയാണ്. നമുക്ക് ഓരോ സെഗ്മെൻ്റായിട്ട് നമുക്ക് ഈ ഒരു വിഷയത്തെ തിരിക്കാം. എനിക്ക് ആദ്യം അറിയേണ്ടത്, ഈ ഒരു പോക്സോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നിയമത്തിൻ്റെ അണ്ടറിൽ ഒരു മാസം എത്ര അധികം കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത്, എത്ര അധികം കേസുകളാണ് നമുക്ക് വിധി വരുന്നത് എന്നുള്ളത്, എത്ര അധികം കേസുകൾ സാറ് ഒരു മാസം ഡീൽ ചെയ്യുന്നുണ്ടാവും? അതൊരു ഇപ്പോൾ നമ്മുടെ കോടതികളുടെ ഇതനുസരിച്ച് ഒരു മാസം ഒരു 10-ൽ കൂടുതൽ കേസെങ്കിലും ഡിസ്പോസ് ചെയ്യണമെന്നാണ്. നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ടിലാണ് ഈ കേരളത്തിലെ, ഇന്ത്യയിൽ മൊത്തമുള്ളത് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ടുകളും ആണ് ഭൂരിഭാഗം ഉള്ളത്. പക്ഷേ ആ ട്രയലിൻ്റെ ഒരു ബാഹുല്യം കാരണം മാസം ഏകദേശം ഒരു 10 കേസെങ്കിലും തീരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു 100-150-200 കേസുകൾ മാസം തീരുന്നുണ്ട്. 150ഓളം കേസുകൾ മാസം ഡിസ്പോസ് ആവുന്നുണ്ട്. പക്ഷെ മാസം വരുന്ന ക്രൈമുകളും അത്രയുണ്ട്. എനിക്കറിയേണ്ടത്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഇപ്പം ഒരു കേസ് സാറിനെ വന്ന് അപ്രോച്ച് ചെയ്യാണ്, ഒരുപാട് കേസുകൾ ഡീൽ ചെയ്തിട്ടുള്ള ഒരു അഭിഭാഷകനാണ് സാർ, ഏതെങ്കിലും ഒരു കോമൺ ഫാക്ടർ സാർ കണ്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ ക്രൈമുകൾ നടക്കാനുള്ള ഏതെങ്കിലും ഒരു കോമൺ ഫാക്ടർ, കുടുംബമാകാം, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്സ് ആവാം, എന്തെങ്കിലും ഒരു ഫാക്ടർ സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ എനിക്ക് ശ്രദ്ധിക്കപ്പെട്ടത് ഒരുപാട് ഫാക്ടേഴ്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അപ്പം നമ്മളൊരു കുറച്ച് പല കേസുകൾ വരുമ്പോൾ നമ്മളൊരു റാൻഡമായിട്ട് ഒരു റേഷ്യോ നോക്കുമ്പോഴത്തേക്ക് കുടുംബ തർക്കങ്ങളുള്ള വീടുകൾ, അപ്പോൾ അവിടെ ചിലപ്പം അസ്വാരസ്യങ്ങളാവും. തർക്കം മീൻസ് സംതിങ്, ചെറിയ ചെറിയ തർക്കങ്ങളാവാം. കുട്ടി ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇത് അറിയുന്ന, അപ്പോൾ ഞാൻ ഒന്നും കൂടെ ആദ്യം ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ആരാണ് ഈ കേസിലെ പ്രതികൾ? എനി പേഴ്സൺ ഹൂ ഹാസ് സം റിലേഷൻ വിത്ത് ദി വിക്ടിം, കുട്ടിയോട് അടുപ്പമുള്ളയാൾ, കുട്ടിയെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാൾ, കുട്ടിയോട് സ്ഥിരമായി ബന്ധപ്പെടുന്ന ഒരാൾ, കുട്ടിയെ സ്കൂളിൽ കൊണ്ടിടുന്നയാൾ, കുട്ടിയെ സ്കൂളിൽ നിന്ന് തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്നയാൾ, അങ്ങനെയുള്ള കുട്ടിയുമായി ബന്ധമുള്ളവർ. എന്നുവെച്ചാൽ എല്ലാവരും അങ്ങനെ ആവണം എന്ന് പാവം ധരിച്ചില്ല. കുട്ടിയോട് ബന്ധമുള്ളവർ, ചിലപ്പോൾ രണ്ടാനച്ഛനാകാം എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു പൊതു പോളിസി അല്ല. നമ്മൾ കൂടുതൽ മെജോറിറ്റി കണ്ടവരാണ് എന്നും പറഞ്ഞ് ഇവരെല്ലാം കുറ്റക്കാരാണ് എന്നൊരു ധാരണയിലോട്ട് വരല്. ആ മെജോറിറ്റി കണ്ടു വരുമ്പോഴത്തേക്കും കുട്ടിയെ കൈകാര്യം ചെയ്യുന്ന ആരാണോ, ഇപ്പം നമ്മൾക്ക് പറയാമല്ലോ, നമുക്കിപ്പം നമ്മളെ മറ്റേ പണ്ടത്തെ സിനിമകളിലെ റേപ്പുകളൊക്കെ ഇപ്പോൾ കാലം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇപ്പം അങ്ങനത്തെ ഒരു സംഭവങ്ങൾ വളരെ വിരളമാണ്. ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ എന്നാലും അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, റേപ്പിനോട് അനുബന്ധിച്ച് നടക്കുന്ന ഒരു ക്രൈംസ് ഉണ്ടല്ലോ, അപ്പം നമുക്കൊരു പൊതുവേദിയിൽ പറയാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത് ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ റിലേഷനുള്ള കുട്ടികൾ, ഇപ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം
നമ്മളെ കുട്ടിയെ കൊണ്ടുപോകുന്ന ആരാണ്, നമ്മളെ കുട്ടിയുമായി ബന്ധമുള്ള ആരാണ്, ഒന്ന് ശ്രദ്ധിക്കണം. അപരിചിതരുമായിട്ടോ സ്ട്രേഞ്ചേഴ്സുമായിട്ടോ കുട്ടിയെ വിടേണ്ട കാര്യമില്ല. ആയിരിക്കാം, വേണ്ടപ്പെട്ട റിലേഷനായിരിക്കാം, പക്ഷെ നമുക്കൊരു ശ്രദ്ധ വേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ്, ഇതെല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ഇപ്പോൾ നമ്മളൊരു ഫാമിലി ഫ്രണ്ട്, ഏറ്റവും നല്ല ഫാമിലി ഫ്രണ്ടായിരിക്കും, നമ്മുടെ രണ്ടാനച്ഛനായിട്ട് സ്വന്തം അച്ഛനെ പോകുന്ന കാണുന്ന ഒരാളായിരിക്കും. ജീവിതം കൊച്ചിലെ ജനിച്ചപ്പം മുതൽ കണ്ടുന്ന ഒരു അപ്പൂപ്പനാവാം, കൊച്ചിലെ നമ്മളെ താലോലിച്ച് എത്രയോ നടന്ന ഒരു അപ്പൂപ്പനാവാം, ഒരു അമ്മാവനാവാം. അങ്ങനെ ഡിഫേഴ്സാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് കേസസ്. ഇതിൽ ആരാണ് നമ്മളെ പീഡിപ്പിക്കപ്പെടുന്നത് എന്ന കാര്യം നമുക്ക് ആ സമയത്തെ അറിയാൻ പറ്റും. ബട്ട് വി മസ്റ്റ് ബി കെയർഫുൾ. ബട്ട് മോസ്റ്റ് പ്രോബബ്ലി അതൊരു ആ കുട്ടിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആരെങ്കിലും അതെ, കറക്റ്റ് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾ തന്നെയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഒരു സ്ട്രേഞ്ചർ ഒന്ന് റിപ്പീറ്റ് പോകണം, അതുകൊണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അത് കുറച്ചുകൂടെ കുറവാണെന്ന് തോന്നുന്നു. അത് കുറവാണ്. ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു അച്ഛൻ ഒരു പത്തനംതിട്ടയാണ് ഒരു താമസം, കുട്ടി താമസം ട്രിവാൻഡ്രത്ത് താമസിക്കുമ്പോൾ ഈ കുട്ടിയുടെ ഒരു അമ്മുമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്, അച്ഛൻ്റെ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഒരു സുഹൃത്തിനെ ഏൽപ്പിക്കുകയാണ്, മോളെ ഓട്ടോയിൽ കൊണ്ട് സ്കൂളിലാക്കണം, തിരിച്ച് വിളിച്ചുകൊണ്ട് വരണം. 2 കുട്ടികളുണ്ട്. അപ്പോൾ ആ ഒരു കുട്ടി വന്നിട്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, മറ്റേ കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, സഹോദരികളാണ്. അപ്പോൾ ഇയാൾ ചെയ്യുന്ന ജോലി എന്താ, സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഉച്ചയ്ക്ക് ഈ കുട്ടി ഒരു ഒഴിഞ്ഞ മൂലയിൽ കൊണ്ടുപോയി ആദ്യം അതിൻ്റെ പ്രൈവറ്റ് പാർട്സിലൊക്കെ പിടിക്കുകയും ചെയ്തു. അപ്പോൾ കുട്ടി വേണ്ട മാമ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല മക്കളെ, അതൊന്നും കുഴപ്പമില്ല എന്ന രീതിയിൽ അന്ന് ചെയ്തു. 2-3 ദിവസം ഇത് ചെയ്തു. പിന്നെ അടുത്ത ദിവസം ഇയാൾ ഈ കുട്ടിയെ റേപ്പ് ചെയ്തു. അപ്പോൾ ആ കുട്ടിക്കൊരു നോ പറയാൻ പറ്റാത്ത ഒരു കാരണം അച്ഛന് സമാനമായി കാണുന്ന ഒരാൾ. കുട്ടി നോ പറഞ്ഞിട്ടില്ല. പിന്നെ ഇയാൾ എന്ത് ചെയ്തു, ഈ കുട്ടിയെ വേറെ കൊടുത്തു, വേറെ ആൾക്ക് വിറ്റു. എന്നിട്ടും ഈ കുട്ടി പറയുന്നില്ല. അവസാനം ഒരു ടീച്ചറിൻ്റെ ഒരു ബുദ്ധി, ഞാൻ പറഞ്ഞ പോലെ സർക്കാർ സ്കൂളിലുള്ള ടീച്ചർ ഒരു തമിഴ് കുട്ടിയാണ്. അപ്പം ഈ കുട്ടിയുടെ ഒരു മൂഡ് നോക്കിയിട്ടും ആ കുട്ടിയുടെ ഒരു ബുദ്ധിമുട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഒരുപാട് കുട്ടികളുള്ള സ്കൂളല്ല. അപ്പോൾ അവർ തമിഴ് ഒറ്റ ചോദ്യം ആ ടീച്ചർ ചോദിച്ചു. അപ്പം ആ ടീച്ചർ ഒരു ദിവസം ഈ ഓട്ടോയിൽ കയറി, ആ സംശയം തോന്നുന്ന കുട്ടി, ടീച്ചർ എന്ത് ചെയ്തു, ഈ ഓട്ടോയ്ക്കകത്ത് കുട്ടിയുടെ കൂടെ കയറി. അപ്പോൾ ഒരു ദിവസം ഈ സ്ഥലത്ത് വിട്ടിട്ട് ഈ ടീച്ചറെ കൂടെ കുട്ടിയും കൂടെ ഇറങ്ങി, ഞാൻ ടീച്ചർ എന്നെ വീട്ടിൽ കൊണ്ടാക്കുമെന്ന് കുട്ടി ഇറങ്ങി. അപ്പോൾ പോകുമ്പോൾ ഈ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു, നിന്നെ പിന്നെ കിട്ടും, ഒരൊറ്റ വാക്ക്. ഇത് ടീച്ചർ കേട്ടു, നിന്നെ പിന്നെ കിട്ടും എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു അധ്യാപികയുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡാണ്. കുട്ടിയെ പിറ്റേ ദിവസം കിടന്ന് മുറിക്കകത്ത് ടീച്ചറിട്ട് പൂട്ടിയിട്ട് കുറച്ച് ചൂടായിട്ട് അപ്പോൾ ഒന്നും കുട്ടി പറഞ്ഞില്ല, അഡമൻ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിറ്റേ ദിവസം ഇയാൾ അനിയത്തിയെ വിളിച്ചു. അനിയത്തിയെ കുട്ടി മക്കളെ എന്നൊക്കെ പറഞ്ഞ് കൊച്ചുകുട്ടിയാണ്. അങ്ങ് ആ മാമ എപ്പടി ഉനക്ക് മുത്തം തരുവയാ എന്ന് ചോദിച്ചു. എന്നുവെച്ചാൽ എനിക്ക് ഉമ്മ തരുമോ എന്ന് ചോദിച്ചു. എനക്കും തരുവേ, എന്നെ അക്കാവുക്കും കൊടുപ്പേ, എനിക്കും തരും, എൻ്റെ ചേച്ചിക്കും ഉമ്മ കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ ടീച്ചറിന് ഏകദേശം ഇതായി. ടീച്ചർ പിറ്റേ ദിവസം വന്നപ്പോൾ ഈ കുട്ടിക്ക് നടക്കാൻ വയ്യാത്ത ഒരു ഇതിലായിട്ടാണ്. ടീച്ചർ എല്ലാ ടീച്ചർമാരും കൂടെ ഭയങ്കരമായിട്ട് കുട്ടിയുടെ ചൂടായപ്പോഴാണ് ഈ വലിയ പീഡന പരമ്പര ഈ കുട്ടി പറയുന്നത്. കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? കുട്ടിക്ക് അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 14 വയസ്സുള്ള വെച്ച്. വീട്ടിൽ അമ്മൂമ്മയുടെ അടുത്ത് പറയാൻ വയ്യ, കാരണം അമ്മൂമ്മ ഭയങ്കരമായിട്ട് അടിക്കും ഇവരെ. അച്ഛനും അമ്മയും പത്തനംതിട്ടയാണ്. അപ്പോൾ ഈ കുട്ടി അന്ന് പരിശോധിച്ചപ്പോൾ അന്ന് കുട്ടിയെ കാണിച്ച ഡോക്ടർ പിന്നെ 1 മാസം ആ കുട്ടി ട്രീറ്റ്മെൻറ്റ്, കാരണം പ്രൈവറ്റ് പാർട്സ് മൊത്തം ഇഞ്ചുറി ആയിപ്പോയി, അത്ര ഇൻഫെക്ഷനായിട്ട് കുട്ടി പോയി. 1 മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് ഈ കുട്ടി തിരിച്ചു വരുന്നത്. അപ്പോൾ അച്ഛൻ്റെ കൂട്ടുകാർ, ഞാൻ പറഞ്ഞു വന്നത് അതാണ്. പിന്നെ വേറൊരു കേസിൽ ഞാൻ പറയാം. ഒരു ഡോക്ടറാണ്, ഒരു സൈക്കാട്രിസ്റ്റാണ്. പുള്ളി 2 കേസിൽ പ്രതിയാണ്, വന്നിട്ടുള്ള 2 കേസിൽ. അതിലൊരു കേസെന്ന് വെച്ചാൽ ഒരു മെൻ്റലി ഡിപ്രസ്ഡ് ഉള്ള ഒരു പയ്യനാണ്. അപ്പം മെൻ്റലി ഡിപ്രസ്ഡ് ഉള്ള ഒരു പയ്യനെ വന്നപ്പോൾ ആദ്യം തന്നെ ഇയാൾ കയറി കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് പ്രൈവറ്റ് പാർട്സിൽ പിടിച്ചു. അപ്പോൾ ആ കുട്ടിക്ക് പെട്ടെന്ന് അതൊരു വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് തോന്നി. കുട്ടി പറഞ്ഞാൽ എൻ്റെ പ്രൈവറ്റ് പാർട്സിൽ വൈ ഷുഡ് ഐ
എന്ന് പ്രൈവറ്റ് പാർട്സിൽ പഠിക്കുന്നതെന്ന് ഇത് വന്നിട്ട് കുട്ടി എന്ത് ചെയ്തു, തിരിച്ചു പോകുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല, പയ്യൻ മിണ്ടുന്നില്ല. ആ പയ്യൻ എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അമ്മയോട് ചോദിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത്, അമ്മയടുത്ത് ഈ കുട്ടി പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എന്തോ പതിവില്ലാതെ അത് പറഞ്ഞുകൊണ്ട് അത് കേസാക്കാൻ പറ്റും. ഇതേ സംഭവം തന്നെ വേറൊരു പയ്യൻ കുറച്ച് കാലം ഈ ട്രീറ്റ്മെൻറ്റ് ഉള്ളപ്പോൾ ദിവസവും ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുമ്പോഴെന്ത് ചെയ്യും, ഈ പയ്യൻ്റെ പ്രൈവറ്റ് പാർട്സിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ എന്ത് ചെയ്തു, അത് കുറച്ച് മെൻ്റൽ ട്രോമയുള്ളൊരു കുട്ടിയായിരുന്നു. ആ കുട്ടി പിന്നെ എന്ത് ചെയ്തു, ട്രോമ കൂടി ഇപ്പോൾ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ നടത്തിയ ഒരു സൈക്കാട്രിക് അനാലിസിസിലാണ്, ഹിസ്റ്ററി എടുക്കുമല്ലോ, ആ അനാലിസിസാണ് സെക്ഷൽ അബ്യൂസിനെ കുറിച്ച് ഈ പയ്യൻ പറയുന്നത്. ഈ ഡോക്ടർ എത്രയോ കാലമായിട്ട് സെക്ഷൽ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഭവം കുട്ടി അപ്പോൾ ഈ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ അവർ കുറച്ച് വിശ്വാസമുള്ളവരാണ്ട് ബ്ലാക്ക് മാജിക്കും ഒക്കെ ചെയ്ത് ഈ കുട്ടിയുടെ അസുഖം മാറ്റാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും ഇടയ്ക്ക് കൊടുത്തില്ല. വീണ്ടും ഇത് കൂടിക്കൊണ്ടിരുന്നു. അപ്പോഴത്തേക്കാണ് എന്ത് ചെയ്തത്, മെഡിക്കൽ കോളേജിലോട്ട് ഫർദർ ട്രീറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈ കുട്ടി ഈ സംഭവം വെളിയിൽ പറയുന്നത്. അപ്പോൾ അതുവരെ ഇത് കുട്ടി പറഞ്ഞില്ല. മീൻസ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പം നമ്മൾ ആ രക്ഷിതാക്കൾ കുറച്ച് മുമ്പ് ഈ കുട്ടിയെ മാറ്റി വിളിച്ച് ഒരു ഈഗോയൊക്കെ കളഞ്ഞിട്ട്, മക്കളെ നിനക്ക് എന്ത് പറ്റി, നമ്മളെല്ലാം രക്ഷിതാക്കൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ, മക്കളെ നിനക്ക് എന്ത് പറ്റി, അവിടെ ഒന്ന് കൈ തോളോട് ചേർത്ത് തൊട്ട് വാട്ട് ഹാപ്പൻ ടു യു എന്ന് ചോദിച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് പോകില്ലായിരുന്നു. പിന്നെ ഈ പീഡനം ഉള്ളവർക്കുള്ള ഒരു സ്വഭാവം, ഇപ്പോൾ ചിലപ്പോൾ ചില ഈ ഡോക്ടേഴ്സോ സൈക്കോളജിസ്റ്റുള്ളത്, ഈ കുട്ടിയുടെ പവർ അവർ കയ്യിലെടുക്കുകയാണ്. ആദ്യമേ കുട്ടിയെ പറഞ്ഞ് മയക്കി, മക്കളെ ഇത് വെളിയിൽ പറഞ്ഞാൽ ദോഷമാണ്. ഇപ്പം ചില കുട്ടികൾ അതങ്ങ് വിശ്വസിക്കും, ചിലരങ്ങ് വിശ്വസിക്കും. ഒരിക്കലും വെളിയിൽ പറയരുത് എന്ന് പറഞ്ഞ് ചിലപ്പോൾ പിന്നെ അയാളെ കയ്യിലോട്ട് ഈ കുട്ടി വീഴുകയാണ്. പിന്നെ കുട്ടി, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഓട്ടോക്കാരൻ, ആ കുട്ടിയെ പിന്നെ അയാൾ ചലിക്കുന്ന രീതിയിൽ ആ കുട്ടി പോവുകയാണ്. അങ്ങനെ പോകുന്നവരും ഉണ്ടാകും. പിന്നെ ഒരു കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും അത് റിപ്പോർട്ടിൽ വെളിയിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെ ഈ രക്ഷിതാക്കളുടെ ഒരു ചെറിയ ശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ആവർത്തിക്കപ്പെടാതെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതിൽ ഇങ്ങനെ ഇപ്പം ഇത്രയും കേസുകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ ചോദിക്കുകയാണ്, കുറേ പേര് ഇപ്പം പറഞ്ഞു നമുക്ക് അറിയുന്ന ആൾക്കാരായിരിക്കും, ആ കുട്ടിക്ക് അറിയുന്ന ആൾക്കാരായിരിക്കും. ഇവരുടെ എല്ലാവർക്കും ഒരു കോമൺ ഒരു സ്വഭാവം ഉണ്ടോ ഈ ക്രിമിനൽസിന് ചെയ്യാൻ? നമ്മളെല്ലാവരും പറയുന്ന ആൾക്ക് മാനസികമായിട്ട് ശരിയില്ലാത്ത ആളായിരിക്കാം എന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരു കോമൺ സ്വഭാവമുണ്ടോ? അതിൽ ഒരു പൂജ ചോദിച്ചൊരു വല്ലാത്തൊരു ചോദ്യമാണ്. അപ്പം ഞാനതൊരു കോമൺ സ്വഭാവം എന്ന് പറയുന്നത് വെച്ചാൽ, ഇത് ക്രിമിനൽസ് ഇത് ചെയ്യാറില്ല. ഒരുപാട് ക്രിമിനൽസിനെ ഒന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്, മീൻ അബൌട്ട് ദ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് മീൻസ് അടിപിടി, കുത്ത്, കൊലപാതക കേസിലുള്ളവർ, അങ്ങനെയൊന്നും ഒരുപാടായിട്ടുള്ളൊരു പ്രതികളൊന്നും ഈ പോക്സോ കേസിൽ പ്രതിയായിട്ട് വരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ അത് ഒരുപാട് കണ്ടിട്ടില്ല. പക്ഷേ ഇതിനകത്ത് എന്തോ ഒരു എനിവേ ഇപ്പോൾ ഞാൻ വെള്ളോടിക്കാരന്മാരൊക്കെ ഇതൊക്കെ ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല. ചില മദ്യപിച്ച് എന്തോ ചെയ്തു എന്നൊക്കെ പറയുന്നു. അതും എനിക്കും ഐ ആം നോട്ട് ഓൺ ദാറ്റ് വേ. ബട്ട് സം സൈക്കിക് പ്രോബ്ലംസ് വിൽ ബി ദയർ. എന്ന് വെച്ചാൽ ഈ കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് പേരുണ്ടാവാനാണ് സാധ്യത. അപ്പം എപ്പോഴാണ് ഇവരിത് ചെയ്യുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിൽ കാലം മുഴുവൻ എടുത്ത് വളർത്തിയ ഒരാൾ ഒരു കുട്ടിക്ക് ഒരു 14-15 വയസ്സ് വരുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ അത് കുട്ടി പറയുന്നതാണ്. പക്ഷെ നേരത്തെ ചെയ്ത കാര്യങ്ങൾ കുട്ടിക്ക് അറിയില്ലായിരിക്കും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്ട്രേഞ്ചർ എന്തിനാണ് നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ തൊടുന്നത്? നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ തൊടാൻ്റെ ഒരു കാര്യം ഒരു സ്ട്രേഞ്ചർക്കും ഇല്ല. ഇപ്പോൾ ഹഗ് ചെയ്യാം, പിന്നെ എത്രയോ സൗഹൃദപരമായിട്ടും സ്നേഹപരമായിട്ടുള്ള ഹഗ്ഗുണ്ട്. പക്ഷേ പ്രൈവറ്റ് പാർട്സിൽ പിടിക്കേണ്ട കാര്യം ആർക്കുമില്ല. ഇനി അഥവാ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരു കൈ അകലത്തിൽ തന്നെ ഇവർ നിർത്തുക. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ ഒരു കൈ അകലത്തിൽ തിരിക്കുക. വി ഹാവ് ടു നോ വാട്ട് ഈസ് എ ടച്ച്, വെദർ ഇറ്റ് ഈസ് എ ബാഡ് ടച്ച്, വെദർ ഇറ്റ് ഈസ് എ ഗുഡ് ടച്ച്. ഇഫ് ഇറ്റ് ഈസ് എ ബാഡ് ടച്ച്, അപ്പോൾ അയാളുടെ അസുഖം നമുക്ക് മനസ്സിലാവും, അല്ലേ? നേരത്തെ പൂജ ചോദിച്ചു. അപ്പോൾ നമുക്ക് അയാളുടെ അസുഖം മനസ്സിലാവും. ടു ബി കെയർഫുൾ. ശകലം മാറ്റി നിർത്തിയാൽ മതി. 2-3 തവണ മാറ്റി നിർത്തുമ്പോൾ പിന്നെ അയാളുടെ പാട്ടിനങ്ങ് വയ്ക്കുള്ളൂ.
അയാളെ പാട്ടിൽ പോകുന്നത് അയാൾ അടുത്തയാളെ തേടിയാണ് പോകുന്നത്. അതാണ് ഇവിടുത്തെ വരുന്നത്. ഇയാൾ ഇപ്പോൾ തന്നെ പിടിച്ചപ്പെടുത്ത ഒരു കേസിലെ പ്രതി എത്രയോ പേരുണ്ട്. പ്രതിയെ ഒരു കേസിൽ ശിക്ഷിച്ച ഒരു പ്രതി വെളിയിലിറങ്ങിയതിന് ശേഷം വീണ്ടും, അതും കടുത്തത്, സെക്ഷൽ അസോൾട്ടിൽ ശിക്ഷിച്ച ഒരു പ്രതി രണ്ടാമത് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിൽ വീണ്ടും അകത്തായി. അപ്പോൾ അവരൊരു സ്വഭാവം മാറ്റാൻ അവർ തയ്യാറാവുന്നില്ല. ചിലർക്കാണെങ്കിൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. പക്ഷെ അതിനൊന്നും ചെയ്യാതെ വീണ്ടും അവർ ചെയ്യുന്ന ഒരു സ്വഭാവം കണ്ടിട്ടുണ്ട്. ഇപ്പം തന്നെ 2-3 കേസിൽ പ്രതിയായിട്ടുള്ളവർ എത്രയോ പേരുണ്ട്. സാറ് ഇങ്ങനത്തെ പ്രതികളോട് സംസാരിച്ചിട്ടുണ്ടോ? അതായത് അവർ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണോ, അതോ അവരുടെ സംസാര രീതികളിൽ നോർമലായൊരു മനുഷ്യനെന്ന് ഞാൻ വിളിക്കില്ല, നോർമലി ഓർഡിനറി ഒരു പേഴ്സൺ അല്ലാത്ത എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവരുടെ കയ്യിൽ വ്യത്യാസമുള്ളത്? നമുക്ക് പ്രതികളായിട്ട് സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ വിക്ടിമിന് വേണ്ടി, പ്രോസിക്യൂഷന് വേണ്ടി നിൽക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ പൂജ ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ റീവൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് സൈലൻസ് ഉള്ളവരാണെന്ന് തോന്നുന്നു. സൈലൻസ് ഉള്ളവരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ഒരു സൈക്കിക് ഡിഫക്റ്റ് ഇല്ലാത്തവരിങ്ങനെ കയറി ചെയ്യൂലല്ലോ. ഇങ്ങനെ കയറി ചെയ്യണം. ഇപ്പോൾ ഒരു കേസിൽ ഞാൻ പറയാം. അയാൾ ചെയ്ത കാര്യമെന്ന് വെച്ചാൽ നമുക്കൊന്നൊക്കെ കേൾക്കാൻ ഞെട്ടിപ്പോവും. അമ്മ മന്ദബുദ്ധിയാണ്, മകളും മന്ദബുദ്ധിയാണ്. രണ്ടുപേരും മെൻ്റൽ പ്രോബ്ലം ഉള്ളവരാണ്. അമ്മയെക്കാട്ട് സെക്ഷലി അബ്യൂസ് ചെയ്ത് അത് വിത്ത് കൺസെൻ്റാണ് അമ്മയുടെ. അത് കഴിഞ്ഞിട്ട് മോളെയും കൂടെ ചെയ്തിട്ടു, മോളെയും കൂടെ സെക്ഷലി പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ചെയ്തിട്ട് പോവുകയാണ്. അങ്ങനെ ഒരു കേസ് 2 പ്രതികളുണ്ട്. ഒരു പ്രതി അവസാനം സൂയിസൈഡ് ചെയ്തു കേസ് വന്നപ്പോൾ. മറ്റേ പ്രതിയെ കാരണം മെൻ്റലി ഇപ്പോൾ എനിക്കറിയാം, ആ കൂട്ടിൽ നിന്ന് ആ കുട്ടി ഓടി. നമ്മൾ വിചാരിക്കും സിനിമകളിൽ മാത്രമേ അതുള്ളൂ. കൂട്ടിൽ നിന്ന് എത്രയോ കുട്ടികൾ ഈ കാര്യങ്ങൾ ചോദിക്കും. അപ്പം നമ്മൾ കോടതിയിൽ നോക്കുമ്പോൾ കോടതി വേണ്ടത് തെളിവുകൾ മാത്രമാണ്. പോക്സോ ആക്ട് ആണെങ്കിലും പ്രതിക്ക് എന്ത് പറഞ്ഞാലും ശരി, അക്യൂസ്ഡ് പ്രതിക്ക് അവകാശമുണ്ട്. ലീഗലി അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്ക് ചെയ്യാം. ലീഗലി കണ്ടസ്റ്റ് ചെയ്യാനുള്ള അവകാശം പ്രതിക്കുണ്ട്. അപ്പോൾ കോടതി ഈസ് ലുക്കിംഗ് ഓൺലി ഫോർ ദി എവിഡൻസ് ഓൺലി. അത് നിയമം അങ്ങനെയാണ്, നിയമം അത് തന്നെയാണ് വേണം. അപ്പോൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കുട്ടി ഇറങ്ങി ഓടിയ എത്രയോ കുട്ടികളുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പോൾ നമുക്കെല്ലാം മനസ്സിലുള്ളത് അമ്മ എന്നൊരു സങ്കല്പമുണ്ട്. അമ്മ എന്നൊരു സങ്കല്പം തന്നെയാണ്, സംശയമൊന്നുമില്ല, അമ്മ തന്നെയാണ്. പക്ഷേ എല്ലാവരും ഇപ്പോൾ ഒരു കേസിൽ വന്നത് വളരെ അപൂർവമായിട്ടുള്ളൊരു കേസാണ്. എനിക്ക് വളരെയധികം നമുക്ക് നേരത്തെ പൂജ ചോദിച്ച പോലെ മെൻ്റൽ ഡിപ്രഷനൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാട് കേസുകളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അമ്മയ്ക്ക് 2 കാമുകന്മാരുണ്ടായിരുന്നു. ഈ 2 കാമുകന്മാരോടൊപ്പം അമ്മ സെക്ഷൽ ചെയ്യുമ്പോൾ ഈ കുട്ടി അടുത്ത് കിടക്കുകയാണ്. അല്ലോ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ ആത്മഹത്യ ചെയ്തു, സൂയിസൈഡ് ചെയ്തു, ഒരു അക്യൂസ് സൂയിസൈഡ്. ഇപ്പോൾ മറ്റേ അക്യൂസ്ഡ് ഉണ്ടപ്പോൾ ഈ കുട്ടി അമ്മ കൂട്ടിലോട്ട് കയറി വരുമ്പോൾ ഈ കുട്ടി രണ്ട് കുട്ടികളുണ്ട്, 2 കുട്ടികളാണ്. ഈ 2 കുട്ടികൾ എൻ്റെ കൈ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, എനിക്ക് എൻ്റെ അമ്മയെ കാണണ്ട. അപ്പോൾ ആ കുട്ടി അനാഥമായിട്ട്, അച്ഛൻ മെൻ്റൽ പേഷ്യൻ്റാണ്, ഈ ഹോമിൽ നിൽക്കുന്നവരാണ്, ഈ സർക്കാരിൻ്റെ ഗവൺമെൻറ് ഹോമിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ അന്ന് തന്നെ ആ കുട്ടി ഒരു വിധത്തിൽ അത് വളരെയധികം മെൻ്റലി ഡിപ്രസ്സായി. അതൊന്നും മിണ്ടുന്നില്ല. പിന്നെ അനിയത്തി മിണ്ടുന്നുണ്ട്, ചേച്ചി ഒന്നും മിണ്ടുന്നില്ല. അമ്മ എന്തിനാ ആക്ച്വലി ഇങ്ങനെ ചെയ്തത്? അവരൊരു സ്വഭാവം അതായിപ്പോയി. തൊട്ടടുത്തുള്ള ആ കുട്ടിയുടെ മൊഴി കേട്ടാൽ അന്ന് ആദ്യം അതിൽ ഒരു കേസ് വന്നപ്പോഴത്തേക്ക് ഒരു നോൺ റിപ്പോർട്ടിംഗ് ഒരു ഒഫൻസാണ്. എന്നുവെച്ചാൽ നോൺ റിപ്പോർട്ടിംഗ് എന്ന് വെച്ചാൽ ഒരു സംഭവം നടന്നു, ചിലപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ പറയും വെളിയിൽ പറയേണ്ട മോളെ എന്ന് പറയും. പ്രിൻസിപ്പലിൻ്റെ ചെന്ന് പറയും, പ്രിൻസിപ്പൽ സ്കൂളിൽ ആരെങ്കിലും പറയും വെളിയിൽ പറയേണ്ട. പക്ഷേ എന്ത് ചെയ്യും, പിന്നീട് കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ ഇവരെല്ലാം ഇത് അറിഞ്ഞെങ്കിൽ അത് കേസെടുക്കും, ഇവർക്കെതിരെയും കൂടെ കേസെടുക്കും. നോൺ റിപ്പോർട്ടിംഗ് എന്നൊരു ഒഫൻസിൽ കേസെടുക്കുക. അത് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. നമ്മളൊരു വിഷയം അറിഞ്ഞാൽ, ഒരു പോക്സോ ഒഫൻസിനെ കുറിച്ച് അറിഞ്ഞാൽ ഉടനെ പോലീസിനെ അറിയിക്കുക തന്നെ വേണം. പോലീസിനെ ആരെ അറിയിക്കാം? നമുക്ക് വുമൻസ് പ്രൊട്ടക്ഷൻ ഫോറത്തിനെ അറിയിക്കാം, CWS ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിക്കാം, പോലീസിനെ അറിയിക്കാം, ആരെ വേണോ അറിയാം. അവർ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് ഉള്ളത്.
അപ്പോൾ ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അമ്മ നോൺ റിപ്പോർട്ടിംഗ് എന്നൊരു ഇത് വെച്ചിട്ടാണ് അമ്മയ്ക്കെതിരെ കേസ് എടുത്ത് രണ്ടാം പ്രതിയാക്കിയത്. ആദ്യം ഒരു രണ്ടാം പ്രതിയാക്കിയത്. പക്ഷേ ഇതിൻ്റെ എവിഡൻസ് വന്നപ്പോഴത്തേക്ക് ഞാൻ വരെ ഞെട്ടുന്ന ഒരു സംഭവമാണ്. കുട്ടി പറഞ്ഞ കാര്യങ്ങൾ, അമ്മ അടുത്ത് കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാനാണ് പിന്നെ പെറ്റീഷൻ ഇട്ടിട്ട് പറഞ്ഞു അത് പറ്റില്ല, അമ്മയും കൂടെ ഈ അബറ്റ്മെൻ്റ് എന്നതുണ്ട് എന്നുവെച്ചാൽ പ്രേരിപ്പിക്കുക, അതിൻ്റെ ആ പ്രേരണ കുറ്റത്തിനും കൂടെ ആ വകുപ്പും കൂടെ ചേർക്കണമെന്നും പറഞ്ഞിട്ട് ഞാൻ പെറ്റീഷൻ ഇട്ടിട്ട് ആ വകുപ്പും കൂടെ കോടതി സാറ്റിസ്ഫൈഡ് ആക്കി എടുത്തു. അപ്പോൾ അത് വരുമ്പോൾ എന്താ, പ്രേരണ കുറ്റം വരുമ്പോൾ എന്താണ് ശരിക്കുമുള്ള ഒഫൻസ് എന്ന് വെച്ചാൽ ഇപ്പം പിന്നെ ഒരു ഒഫൻസിന് ഇത്ര ശിക്ഷയാണ്, ആ ശിക്ഷ കുട്ടി അമ്മയ്ക്ക് കിട്ടും. അമ്മയെ 40 കൊല്ലം ശിക്ഷിച്ചു, 40 കൊല്ലം ശിക്ഷിച്ചു. അപ്പോൾ അത് പോയപ്പോഴത്തേക്ക് അത് കരഞ്ഞുകൊണ്ടല്ല അബദ്ധം പറ്റിപ്പോയി എന്ന സമ്മതത്തോടു കൂടിയാണ് ആ പ്രതി ഇറങ്ങിപ്പോയത്. അപ്പോൾ ഞാൻ ഈ അമ്മയുടെ കാര്യം പറഞ്ഞതുപോലെ, അപ്പോൾ അമ്മയുടെ ക്യാരക്ടർ എന്താണെന്ന്, അപ്പോൾ നമുക്ക് ഇപ്പം ക്യാരക്ടർ വൈസ് നമുക്ക് ഇവരൊരു പാസ്റ്റ് നമുക്കും അറിയാൻ പറ്റില്ല. പക്ഷെ അമ്മ ഇത് ചെയ്തു. അവസാനം അവർക്ക് കുറ്റബോധം ഉണ്ടായിരുന്നു. അവസാനം അവർക്ക് കുറ്റബോധം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എനിക്കൊന്ന്, സാധാരണ നമുക്ക് പ്രതിയായിട്ട് സംസാരിക്കാൻ പാടില്ല എന്നാണ്, അപ്പോൾ ചോദിച്ചു എനിക്ക് എൻ്റെ മോളെ കാണാൻ പറ്റുമോ. അപ്പോൾ അഡമൻ്റായിട്ട് കുട്ടി പറഞ്ഞു ഇനി കാണണ്ട, പേടിച്ച് അമ്മയെ കണ്ട് പേടിച്ച് നിൽക്കുന്ന ഒരു അപൂർവം കേസാണ് അതൊരു വല്ലാത്തൊരു ടച്ചിങ് ആയിട്ടുള്ളൊരു കേസുമാണ്. കാരണം നമുക്കൊന്നും നമുക്ക് അങ്ങനെ സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല ആരെയും, അങ്ങനെയല്ല. അവർ കുറ്റം ചെയ്തിട്ടുള്ള കാര്യത്തിൽ അവർക്ക് ഒരിക്കലും ഒരു അമ്മ ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഒരു അമ്മ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അവർ ചെയ്തത്. അപ്പോൾ അതിന് അവർക്ക് അത്തരമുള്ള ശിക്ഷ കിട്ടി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അമ്മയുടെ ഒരു ക്യാരക്ടർ നമുക്കുണ്ടാകും, ഒരു ലൂസ് ക്യാരക്ടർ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കില്ല 2 പേരുണ്ടായിരുന്നു. ബട്ട് ഡിപ്പെൻസ്. ആ കുട്ടി എന്ത് പിഴച്ചു, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ കോടതികളുടെ ഒരു ഇടപെടലുകൾ, ആ കോടതിയുടെ ഇടപെടലുകൾ വളരെ ശക്തമായി തുറന്നാണ് ഇത്തരം കേസുകൾ കുറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടിംഗ് കൂടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ പോക്സോ ആക്ടിനെ കുറിച്ചുള്ള ഒരു ബോധം ആളുകളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ആ ബോധം വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, റിപ്പോർട്ടിംഗ് കൂടിയിട്ടുണ്ട്. പണ്ടും ഇതൊക്കെ നടന്നിരിക്കാം. ഞാൻ ഇപ്പം ഇത് കേട്ടപ്പോഴാണ്, അമ്മയുടെ ഈ ഒരു സ്റ്റോറി കേട്ടപ്പം ഞാൻ റീസെൻ്റ്ലി ഒരു ഫ്രൈഡേ എന്ന് പറഞ്ഞൊരു ഫിലിം കണ്ടു. പിന്നെ ആ ഫിലിമിൽ നമ്മൾ നോക്കുമ്പോൾ അത് റിയൽ ആയിട്ടുണ്ടായ ഒരു കേസിനെ പറ്റിയിട്ടാണ് ആ ഒരു സിനിമ ഉണ്ടായിരുന്നത്. അത് ബംഗാളി ഫിലിമാണ്, ബംഗാളിൽ നടന്ന ഒരു കഥയാണ്. ഇതേപോലെ ഒരു സ്ത്രീ ആ വീട്ടിലെ 6 പേരെയും മേർഡർ ചെയ്ത ഒരു സ്റ്റോറിയാണ്. ആ സ്ത്രീയുടെ അമ്മേനെ കൊന്നു, അച്ഛനെ കൊന്നു, സ്ത്രീയുടെ ഹസ്ബൻഡിനെ കൊന്നു, അനിയത്തിനെ കൊന്നു, സ്വന്തം മകളെയും കൊന്നു. ഇതെന്താണ് ഇതിൻ്റെ റൂട്ടെന്ന് പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ വന്നപ്പോഴാണ് ഈ കുട്ടിയുടെ ചെറുപ്പകാലത്തിൽ ഈ അമ്മ, അച്ഛൻ ഓടിപ്പോയി വേറൊരു സ്ത്രീയുടെ കൂടെ, പക്ഷെ ഈ കുട്ടിയുടെ അമ്മ അച്ഛൻ്റെ അനിയനുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഈ കുട്ടീനെയും പിന്നെ അനിയനുമായിട്ട് റിലേഷൻഷിപ്പ് ഇതേപോലെ സെക്ഷലി ഹരാസ് ചെയ്യുന്നു. അതേപോലെ ഈ പെണ്ണിൻ്റെ എന്താ പറയുക, ഹസ്ബൻഡ് സ്വന്തം അനിയത്തിനായിട്ട് റിലേഷൻഷിപ്പ്, ഇങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി. സോ ഇത് നമ്മളൊരു സിനിമ മാത്രമായിട്ട് കാണുമ്പോൾ ഓക്കെ ഇതൊക്കെ ഒരു സ്റ്റോറിയാണെന്ന് വിചാരിക്കാം. പക്ഷേ ഇത് റിയൽ ആയിട്ട് പിന്നീട് ആ സ്ത്രീയുടെ ഫൂട്ടേജും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇങ്ങനെയൊക്കെ നടക്കുമോ? ഒരു ഫാമിലി മൊത്തം, അതായത് നമ്മൾ ആരുടെ ഭാഗത്ത് നിൽക്കും? മേർഡർ ചെയ്തത് ശരിയാന്ന് പറയാൻ പറ്റുമോ, എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാന്ന് പറയാൻ പറ്റുമോ? ഇത് ആക്ച്വലി ഭയങ്കര ഫാമിലിയിൽ നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ നൈബർഹുഡ് നല്ല ആൾക്കാരാണ്, പക്ഷെ ഒരു കുടുംബത്തിനകത്ത് എന്ത് നടക്കുന്നു നമുക്ക് ഒരു ഐഡിയ ഇല്ല. അതാണ് നമ്മുടെ ഒരു കുടുംബത്തിനുള്ളിൽ എന്ത് നടക്കുന്നു എന്നൊരു ഐഡിയ ഇല്ല. അതാണ് ബേസിക് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുടുംബത്തിൽ ഇൻക്ലൂഡ്സ് ആ കുട്ടികൾ, ഒരു കൊച്ചു കുട്ടികൾ വീട്ടിലുണ്ട്. ആ കുടുംബത്തിൽ നമ്മൾ ഒന്ന് കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രൈവസികൾ വേറെ സ്ഥലത്ത് ആയിക്കോണം, പ്രൈവസി കാര്യങ്ങളെല്ലാം വേറെ ആയിക്കോണം, പക്ഷേ കുടുംബത്തിനകത്ത് നമ്മളെ കാണുന്ന അച്ഛനും അമ്മയും കാണുന്ന കുട്ടികൾ, ആ കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നാളെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട്, ഇപ്പോൾ തന്നെ പ്രണയം, ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മൾ ഈ പോക്സോ ആക്റ്റാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, നമ്മുടെ പ്രോസിക്യൂട്ടറൊക്കെ തന്നെ. പക്ഷേ ഒരു പ്രണയിച്ചൊരു കുട്ടി, 18 വയസ്സ് മുമ്പ് പ്രണയിക്കുന്ന ഒരു കുട്ടി, എത്രയോ പേരുണ്ട്, ഇഷ്ടംപോലെ ഉണ്ടാകും. അപ്പോൾ ഇതിനകത്ത് അവർ പ്രണയിച്ച ഒരു കുട്ടി കാമുകനുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായാൽ അത് ക്രൈമാണോ എന്നാണ്. ക്രൈമാണ് അതെന്തെങ്കിലും വിഷയമുണ്ട്, പലർക്കും അറിഞ്ഞൂടാത്തൊരു കാര്യമാണ്. ഇപ്പോഴൊക്കെയാണ് ബോധം വന്നത്. അതൊരു വലിയ പ്രധാനപ്പെട്ട, ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്.
പക്ഷേ ഇതിനകത്ത് കൺസെൻറ്റ് ഇറലവൻ്റാണ്. കൺസെൻറ്റ് വേണ്ട. മേജർ ആവാതെ ഒരു കുട്ടി കൊടുക്കുന്ന കൺസെൻറ്റ് അതിന് കൺസെൻ്റായിട്ട് എടുക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ പോക്സോ കേസിൽ ഒരു 20-30% കേസ് എടുത്താൽ പ്രണയിച്ചുള്ള സെക്ഷൽ റിലേഷൻഷിപ്പാണ്. എൻ്റെ കേസ് കൊടുക്കുന്നത് പാരൻസ് ആയിരിക്കും, ഒളിച്ചോട്ടമായിരിക്കും. ഇപ്പോൾ ഒളിച്ചോടുന്നു, പയ്യനുമായിട്ട് ഒളിച്ചോടി പോകുന്നു, ഒളിച്ചോടി പോയിട്ട് ഇവരുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് നടക്കുന്നു, വീട്ടുകാർ പരാതി കൊടുക്കും, കുട്ടിയെ കാണാനില്ല, സ്വാഭാവികമായിട്ട് കൊടുക്കുമല്ലോ, ഇവിടെ പോയെന്ന് അറിയണമല്ലോ, തിരിച്ച് സേഫ് ആകണമല്ലോ. കുട്ടിയെ വന്ന് എടുക്കുമ്പോൾ കുട്ടി മൊഴി പറയുന്നത് എന്താണ്, ഇവിടെ കൊണ്ടുപോയതിന് ശേഷം ഇങ്ങനെ കാര്യങ്ങൾ സെക്ഷൽ റിലേഷൻഷിപ്പ് നടത്തും. അപ്പോഴത്തേക്ക് പോവുകയാണ്. ചിലപ്പോൾ ചിലർക്ക് അറിഞ്ഞുകൊണ്ട് എൻ്റെ ഇഷ്ടപ്രകാരം വന്നതാണ്, നമ്മൾ പ്രണയത്തിലാണ്. ചില ആണുങ്ങളും പ്രണയത്തിലാണ്, അവനൊന്നും ചെയ്യാൻ പറ്റില്ല, അവൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നെ സെക്ഷൽ ചെയ്തു, പക്ഷേ എനിക്ക് വിത്ത് കൺസെൻ്റാണ് എന്ന് പറയും. ഒരു കാര്യമില്ല. അത് നമ്മൾ ബോധവാന്മാരാകുന്നത് വളരെ നല്ലതാണ്. പ്രണയം ഇപ്പോൾ തന്നെ എത്രയോ കേസുകളുണ്ട്. 16 വയസ്സിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, വെളിയിൽ ആരും ഇപ്പോൾ കല്യാണം കഴിച്ചു കൊടുത്തു. കുട്ടിക്ക് 16 വയസ്സ്, പയ്യന് 22 വയസ്സ്. ചിലപ്പോൾ 16 വയസ്സിൽ കല്യാണങ്ങൾക്ക് പലയിടത്തും നടക്കുന്നുണ്ട്. സീരിയസ് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ നടക്കുന്നു. ഇതിപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ കോടതിയിൽ വന്ന കേസുകളാണ്. ഇതെന്ത് ചെയ്യും, കല്യാണം കഴിഞ്ഞ് അവസാനം ഇവർ സെക്ഷലി ആയിട്ട് റിലേഷൻഷിപ്പ് തന്നെ പ്രഗ്നൻ്റ് ആവുന്നു. ഡോക്ടറോട് പോകുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും, സംശയം തോന്നിയാൽ, ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ നോൺ റിപ്പോർട്ടിംഗ് ഒഫൻസ് ആയതുകൊണ്ട് ഡോക്ടർ ആധാർ കാർഡ് കൊണ്ടുവരും, നോക്കുമ്പോൾ വയസ്സ് ടാലി ആവില്ല, ഡോക്ടർ ഉടനെ റിപ്പോർട്ട് ചെയ്യും. അപ്പോഴാണ് കല്യാണം കഴിപ്പിച്ച് കൊടുത്ത അച്ഛനും അമ്മയും കല്യാണം കഴിപ്പിച്ച കൂടെ നിന്നവരെല്ലാം പ്രതിയാക്കി വരും. അപ്പോൾ പ്രതി ഹസ്ബൻഡ്, വിക്ടിം വൈഫ്. അപ്പോൾ അതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ വളരെ അത്യാവശ്യം തന്നെയാണ്. കാരണം ഈ കൺസെൻഷ്വൽ സെക്സ് ഓഫ് എ മൈനർ ഒഫൻസ് ആണ് എന്ന കാര്യം പലർക്കും അറിയില്ല. അതിപ്പോഴും ആവർത്തിച്ച് തന്നെ പോവുകയാണ്. ഇപ്പം ഇത്രയധികം കേസുകൾ സംസാരിച്ചപ്പം എനിക്കിപ്പം തോന്നുന്ന ഡൗട്ട്, ഒരുപാട് പേര് അവെയറാണ് ഈ ഒരു നിയമത്തെ പറ്റിയിട്ട്, പക്ഷെ സ്റ്റിൽ ഇങ്ങനത്തെ കേസുകൾ എന്തുകൊണ്ട് പിന്നെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു? അതൊരു വല്ലാത്ത ചോദ്യമാണ് പൂജ. എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ഇപ്പം കുറച്ച് അവെയറാണ്, ആക്ടിനെ കുറിച്ച് ആളുകൾ അവെയറാണ്. ഇപ്പോൾ തന്നെ എനിക്കുള്ള കേരളത്തിലെ എത്രയോ കോടതികളുണ്ട്, കേരളത്തിലുള്ള 19 പോക്സോ കോടതികൾ കൂടുതൽ. അവരെയൊക്കെ വരുന്ന ശിക്ഷകളൊക്കെ വളരെ കൺവിക്ഷൻസൊക്കെ ഒരുപാട് വരുന്നുമുണ്ട്. അതിൻ്റെ വാർത്തകളെല്ലാം കൃത്യമായി പത്രങ്ങളിൽ വരുന്നു ചെയ്തു. ബട്ട് സം പീപ്പിൾ ആർ സ്റ്റിൽ ഡൂയിങ് എവറിത്തിങ് ഓൾവേസ്. ഈ കാര്യം അവർ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്താണ് എന്ന കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഐ എം നോട്ട് ആൻ എക്സ്പേർട്ട് ഓൺ ദാറ്റ് ആസ്പെക്ട്, ബട്ട് എന്തോ ഒരു സൈക്കിക് പ്രോബ്ലം ഉള്ളവരായിരിക്കാം, കുട്ടികളോട് മാത്രമുള്ള ഒരു സൈക്കിക് പ്രോബ്ലം ഉള്ളവരായിരിക്കാം. അല്ലെങ്കിൽ അവർ വീണ്ടും അത് ആവർത്തിക്കുക. അവർ മാത്രമല്ല, പലരും. ഇപ്പം ഞാൻ നേരത്തെ ഉള്ള ഒരു പ്രതിയെ 2 കേസിൽ ശിക്ഷ കഴിഞ്ഞ് വെളിയിറങ്ങിയിട്ട് വീണ്ടും പീഡിപ്പിച്ചു. അതൊരു വലിയ ചോദ്യമാണ്. ഒന്നുകിൽ അവരെയൊക്കെ ഇങ്ങനെ തിരഞ്ഞുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ഇങ്ങനത്തെ അസുഖമുള്ളവർക്ക് വേണ്ടിയുള്ള കൗൺസിലിങ്ങിൻ്റെ കാര്യമൊന്നുമില്ല, അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന കാര്യമാണ്. പക്ഷേ കൗൺസിലിംഗ് വേണ്ടതെന്ന് വെച്ചാൽ റിപ്പോർട്ടിങ്ങിന് കൗൺസിലിംഗ് വേണം, കൃത്യമായ റിപ്പോർട്ട് ചെയ്തിരിക്കണം. കാരണം നമ്മൾ ഒരാളെ സഹായിച്ചാൽ അയാൾ വീണ്ടും നിർത്തുകയല്ല, കുറ്റം ആവർത്തിക്കുകയാണ്. ദാറ്റ് ഈസ് ദ മെയിൻ ആസ്പെക്ട്. അപ്പോൾ അവരെയൊന്നും നമ്മൾ സഹായിക്കേണ്ട കാര്യമില്ല. എന്ത് ചെറിയതായിട്ട് കുട്ടികളെ പീഡിപ്പിക്കുന്ന ഇതാണെങ്കിൽ നമ്മൾ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അതിനിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ചെറിയ ഒരു കേസിൻ്റെ കാര്യം ഞാൻ പറയാം. വളരെ ഒരു പയ്യനെ വീട്ടിൽ വന്ന ഒരാൾ പയ്യൻ്റെ പ്രൈവറ്റ് പാർട്സിൽ കയറി പിടിച്ചു. അതെനിക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പ്രൈവറ്റ് പാർട്സിൽ പോയി പിടിച്ചതിന് ശേഷം പേടിച്ച് ഇവൻ അകത്ത് പോയിട്ട് ഓടി വെളിയിൽ വന്നു. കാരണം ഇയാൾ പുറത്ത് നിൽക്കുകയാണ്, ഈ കുട്ടിയുടെ അനിയൻ വെളിയിൽ നിന്ന് കളിക്കുകയാണ്, കൊച്ചുകുട്ടിയാണ്. എന്നിട്ടും അത് നിൽക്കുന്നു. അപ്പോൾ ഇയാൾ ബാക്കിലോട്ട് വന്നു വീട്ടിലപ്പോൾ ആ സമയത്ത് അച്ഛനും ഉണ്ട്, അമ്മയും ഉണ്ട്. വീട്ടിൻ്റെ ബാക്കിലോട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും ഇപ്പം ബാക്കിലോട്ട് പോയി കൊച്ചിനെയും കൂടെ എടുത്ത് ബാക്കിലോട്ട് പോയി. എന്നിട്ട് ഇയാൾ മാറിയതിന് ശേഷം ഉടനെ ഇയാൾ അച്ഛനും അമ്മയുടെ അടുത്തും പറയാണ്, ഇയാൾ എൻ്റെ പ്രൈവറ്റ് പാർട്സിൽ പിടിച്ചു. അപ്പം വീട്ടുകാർ വിശ്വസിക്കുന്നില്ല. വീട്ടിലെ സ്ഥിരമായി ജോലിക്ക് വരുന്ന ഒരാളാണ്. എന്നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പിടിക്കാതെ ഇങ്ങനെ എടുത്ത് 100-ൽ വിളിച്ചു. 5ാം ക്ലാസ്സിൽ പയ്യൻ 100 വിളിച്ചിട്ട് പറഞ്ഞു ബാഡ് ടച്ചാണ്. അപ്പോൾ പറഞ്ഞത് അതല്ല, ബാഡ് ടച്ചാണ്. എന്തിനായാലും പയ്യൻ ആ ഇംഗ്ലീഷിന് വൈ ഈസ് ടച്ചിങ് മൈ പ്രൈവറ്റ് പാർട്സ്,
ഉടനെ തന്നെ നൂറി വിളിച്ചപ്പോൾ വീട്ടുകാർ പറയുന്നത് നീ എന്തോ നീ കാണിക്കുന്നു, നൂറി വിളിച്ചിട്ട് പിന്നെ എൻ്റെ പിടിച്ചു, എൻ്റെ പ്രൈവറ്റ് പാർട്സ് ഇയാൾ പിടിച്ചു. അപ്പം ആ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ആ ഒരു ബോധം അത് മറ്റുള്ളവർ ഏറ്റെടുക്കുകയാണെങ്കിൽ വലിയ സംഭവങ്ങളുണ്ടാവില്ല. നമ്മൾ കുട്ടികളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല ഈ ഇപ്പം ആൺകുട്ടികൾ എല്ലാവർക്കും തെറ്റായ ധാരണയുണ്ട്, പെൺകുട്ടികൾ മാത്രമല്ല. ഏറ്റവും കൂടുതൽ വന്ന ആൺകുട്ടികളല്ലേ. ആൺകുട്ടികളെ ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നില്ലേ. പക്ഷേ എന്ത് ചെയ്യാം, ഇത് അവർ എല്ലാവരും പറയില്ല, ചിലർ പറയും. ഇപ്പോൾ ഒരു കേസിൽ ഒരു പയ്യൻ എൻ്റെ അടുത്ത്, ഇപ്പം ചിലപ്പോൾ ചിലർക്ക് ഒരു അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നം, ആൺകുട്ടി ഞാൻ വെളിയിൽ പറഞ്ഞത് ശരിയല്ല, മോശമല്ല, നാണക്കേടല്ലേ എന്നാണ്. പെൺകുട്ടികൾക്കൊരു ട്രോമയിലോട്ട് പോകുന്നു. പക്ഷേ ആൺകുട്ടികൾ നാണക്കേടല്ലേ എന്നും പറഞ്ഞ് പിന്നെ ഒരു ട്രോമയിലോട്ട് അവർ പോവുകയാണ്. ചില കുട്ടികളൊക്കെ വന്ന് പറഞ്ഞത് എനിക്ക് അവനെ അടിക്കാൻ പറ്റുമെന്നാണ്, പ്രതിയെ അടിക്കാൻ പറ്റുമോ. അപ്പം സംഭവം കേസ് നടന്നിട്ട് 5ാം ക്ലാസ്സിലാണെങ്കിൽ ചിലപ്പോൾ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരിക്കും, കുറച്ച് മെച്ചൂർഡായിട്ട് വരുമ്പോഴായിരിക്കും അത് ട്രയലിന് വന്ന് എന്നോട് ചോദിച്ചു, മാമ അവനെ ഒന്ന് അടിക്കാൻ പറ്റുമോ എനിക്ക്. അപ്പോൾ അവർക്കൊരു വയലൻസ് ബിഹേവിയറിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ആണുങ്ങൾ, പീഡിപ്പിക്കപ്പെട്ട ആണുങ്ങൾ ചിലപ്പോൾ വീണ്ടും ഒരു വയലൻസിലോട്ട് പോകുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കേസിൽ ഒരു വിക്ടിം പ്രതിയായിട്ട് വന്നിട്ടുണ്ട്, സെക്ഷൽ അബ്യൂസ് കേസിൽ. വിക്ടിമായ ഒരു പയ്യൻ, കേസിൽ വിക്ടിമായിട്ടുള്ളൊരു പയ്യൻ അക്യൂസ്ഡായിട്ട് വന്നേക്കുന്ന ദയനീയമായിട്ടുള്ള കാഴ്ച ഞാൻ കണ്ടു. അവനെ ശിക്ഷിക്കുകയും ചെയ്തു. അത് ഈ സെയിം സെഷനിലാണോ അതോ? സെയിം സെഷൻ. വിക്ടിമായിട്ടൊരു കേസിൽ വരുന്നു, കുറേ കഴിഞ്ഞിട്ട് അവൻ തന്നെ അക്യൂസ്ഡായിട്ടൊരു കേസ് വരുന്നു. അതായത് ആ ഒരൊറ്റ ഇൻസിഡൻറ്റിൽ ആൾക്കുള്ള ആയിരിക്കും. ചിലപ്പോൾ ഇയാൾ പീഡിപ്പിക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായത്. ഐ ആം നോട്ട് എൻ എക്സ്പേർട്ട് ഓൺ ദാറ്റ് ആസ്പെക്ട്. അപ്പോൾ പീഡിപ്പിക്കപ്പെട്ട അയാൾ വീണ്ടും ഒരു പീഡനം നടത്തുന്ന ഒരാളായി മാറിയ ഒരു കേസും ഞാൻ കണ്ടായിരുന്നു. ഒന്നിൽ കൂടുതൽ ഞാൻ കേസ് കണ്ടു. അപ്പോൾ ഈ പ്രണയിക്കുന്ന ഈ ഒരു ടീനേജ് പിള്ളേരുടെ ഇടയിൽ ഇങ്ങനത്തെ കേസുകൾ വളരെ ഇപ്പം എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നു എന്ന് പറഞ്ഞു. അതിൽ തന്നെ ഇപ്പോൾ സാറ് മെൻഷൻ ചെയ്തൊരു കാര്യമാണ് പെനിട്രേഷൻ എന്ന് പറയുന്നതിൻ്റെയും അതുപോലെ അല്ലാത്ത ഹരാസ്മെൻറ്റും. ഇത് രണ്ട് വകുപ്പാണോ? ഇതിനെന്തൊക്കെയാണ് ഡിഫറൻസ് ആയിട്ടുള്ളത്? അതിലിപ്പം നമ്മൾ പ്രൈവറ്റ് പാർട്സിൽ ടച്ച് ചെയ്യുക, ആ കാര്യങ്ങൾ വരുമ്പോൾ സെക്ഷൽ അസോൾട്ടേ വരുന്നുള്ളൂ. പ്രൈവറ്റ് പാർട്സിൽ ടച്ച് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടും ചെറുപ്പാണ് ചെയ്തു തന്നെ. ഇപ്പോൾ ചെയ്യിപ്പിക്കുന്നു, സെക്സ് ചെയ്യിപ്പിക്കുന്നു, അതൊക്കെ റേപ്പ് ഇതിൽ വരുന്നതാണ്. ഇപ്പോൾ പെനിട്രേറ്റീവ് ആയിട്ടുള്ള എന്ത് ചെയ്താലും അത്, ഇപ്പോൾ പ്രൈവറ്റ് പാർട്സിൽ തന്നെ ഈ അരയ്ക്ക് താഴെയുള്ള പ്രൈവറ്റ് പാർട്സിൽ തന്നെ തൊട്ടാലില്ല അവിടെ കയറി കിസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു ഇത് വരികയാണെങ്കിൽ അതൊക്കെ റേപ്പാണ്. അപ്പം അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആകുമ്പോൾ ശിക്ഷ കൂടുതലാണ്. റേപ്പിൻ്റെ സമാനമായിട്ട് വരുന്ന ഏതാണ്ട് അതിനകത്തുള്ള കൺവിക്ഷൻസിനും അതിൻ്റെ ശിക്ഷയുടെ അളവ് കൂടുതലാണ്. ഏറ്റവും കുറഞ്ഞ ശിക്ഷ 20 കൊല്ലമാണ്, 20 ഇയേഴ്സാണല്ലോ. ഇപ്പോൾ തന്നെ സെക്സ് ചെയ്യുന്നു, സെക്സും ഈ റേപ്പിൻ്റെ ഇതിലാണ്, ഡെഫിനിഷനിലാണ് അതും വരുന്നത്. അപ്പോൾ ഈ ശിക്ഷകൾ കൂടുതൽ വരേണ്ടത് നല്ലത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പലരും പൊതുവെ പോക്സോ ആക്ടിനെ കുറിച്ച് പറയുന്നു ശിക്ഷകൾ വലുതാണ്, ആ ശിക്ഷ അത്ര ആവശ്യമുണ്ടോ എന്നൊക്കെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ചെറിയ കൺവിക്ഷൻസൊക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി ഇപ്പോൾ 2019 അമെൻമെൻറ്റ് വരുത്തിയിട്ടാണ് ഇതിൻ്റെ എല്ലാം ഡബിളാക്കിയത്. കാരണം എന്ന് വെച്ചാൽ കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ ചെയ്യുന്നവർ ഒരിക്കലും പെട്ടെന്ന് വെളിയിലിറങ്ങി വീണ്ടും ചെയ്യാനുള്ളൊരു സാധ്യത കൊണ്ട്, മാത്രമല്ല ശിക്ഷകൾ കടുത്തതാവണം എന്ന അടിസ്ഥാനത്തിലാണ് ഈ ശിക്ഷകളെല്ലാം കൂട്ടിയിട്ടുള്ളത്. അതായത് അത്രയൊരു കാലയളവിൽ അവർ പുറത്തു വരേണ്ട ആവശ്യമില്ല എന്ന ഒരു ഇതിൽ തന്നെയാണ് ഇവൻ്റെ സെക്ഷൽ അസോൾട്ടിൻ്റെ എല്ലാം ഇത് കൂട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിപ്പം ഇങ്ങനത്തെ ഒരു കാര്യം പൊതുവേ ഇപ്പോൾ ഒരാളുടെ കുടുംബത്തിൽ നടക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പേടിയായിരിക്കും ഇത്. ഇപ്പോൾ പക്ഷെ ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷെ അല്ലാത്തപ്പോൾ കുറച്ചെങ്കിലും ആൾക്കാർക്കൊരു പേടി ഉണ്ടാവും, ഇതെങ്ങനെ സമൂഹം എടുക്കും, ഇത് നാളെ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുമോ, നാളെ നമ്മുടെ ആൾക്കാരെ നമ്മളെങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെ ചിന്തിക്കുന്ന അച്ഛനമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ചിലപ്പോൾ ഒരു കേസിന് പോവാതെയും ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ കേസിൻ്റെ പ്രൊസീജിയേഴ്സ് ഇതിൽ എത്രത്തോളം നമ്മൾ വിക്ടിമിൻ്റെ കൂടെയാണ് കോർട്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് കോർട്ട് ചെയ്തു കൊടുക്കുന്നത് വിക്ടിമിന് വേണ്ടിയിട്ട്? അല്ല, അതിൽ ഒരു നമ്മുടെ വീട്ടിലെ കൊച്ചിനെ നോക്കുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട്
നമ്മളായിട്ടും പലരും ഉദ്ദേശിക്കാൻ ഇത് ഇതിനകത്തുള്ള ഒരു കാര്യമല്ലേ. ഒന്നാമത്തെ കാര്യം ചെയ്തയാൾ വേണ്ടപ്പെട്ട ആളായിരിക്കും. ഈ കുട്ടിയെ കൈകാര്യം ചെയ്യാൻ അല്ല കുട്ടിയുമായിട്ട് ബന്ധമുള്ള ഒരാളായിരിക്കും, വീട്ടുകാരുമായിട്ട് ബന്ധമുള്ള ആളായിരിക്കും. അപ്പോൾ കാറ്റഗറിയിൽ സ്വാഭാവികമായിട്ട് എല്ലാവരും യൂഷ്വലി നിൽക്കുന്ന നോ ഇറ്റ് ഈസ് നോട്ട് നീഡഡ്, വേണ്ട നമുക്കിതങ്ങ് ചെറിയ വിഷയമല്ല. പക്ഷേ ചെറിയ വിഷയമായിരിക്കും. പക്ഷേ ആ ചെറിയ വിഷയം ആണെങ്കിലും പുള്ളി ഇത് ആവർത്തിക്കുമെന്നൊരു സത്യം വീട്ടുകാർ മനസ്സിലാക്കുന്നില്ല. ഇപ്പം ഇന്ന് എൻ്റെ കൊച്ച്, നാളെ അപ്പുറത്തെ കൊച്ച്, അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ കൊച്ച്, അങ്ങനെ അങ്ങ് പോകും. ഒരു കേസ് പറഞ്ഞത്, ഒരു കട നടത്തുന്ന ഒരാൾ ഒരു ഏകദേശം 5-6 കുട്ടികളെ സെക്ഷലി അസോൾട്ട് ചെയ്തു. ഈ കടയിൽ സാധനം വാങ്ങിക്കാൻ വരുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടി എന്നിട്ട് പുറത്തു പറയുന്നില്ല. ഇപ്പോൾ ഈ കുട്ടി ഒരു കൂട്ടുകാരുടെ ചോദിച്ചപ്പോഴാണ് ആ കൂട്ടുകാർ പറഞ്ഞത്, എല്ലാം 5-6 ക്ലാസ് കൂട്ടുകാർ പറഞ്ഞു ആ മാമൻ എൻ്റെയും ദേഹത്തൊക്കെ കയറി പിടിക്കും. എന്നിട്ട് ഈ കുട്ടി അമ്മയുടെ അടുത്ത് പറയുന്നില്ല. കുട്ടിയുടെ അപ്പച്ചിയുമായിട്ട് വളരെ ക്ലോസാണ്, അമ്മയുടെ സഹോദരിയായിട്ട്. അവിടെ ചെന്നാണ് പറഞ്ഞാൽ അമ്മച്ചി എങ്ങനെ ഞാൻ അവിടെ അമ്മ എപ്പോഴും എൻ്റെ കടയിലോട്ട് പറഞ്ഞയക്കും, അങ്ങനെ ഇവിടെയൊക്കെ പിടിക്കും. അപ്പോൾ അവരെന്ത് ചെയ്തു, അവരത് വിട്ടില്ല. അവരുടനെ തന്നെ ഇവിടെ പോയി പറഞ്ഞു. ഇപ്പോൾ 2 കുട്ടികളായി. അപ്പോഴത്തേക്കാണ് മറ്റുള്ളവരും വന്ന് പറഞ്ഞു അവരെയും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5-6 കുട്ടികളായി. ഈ 2 കുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് മൊഴി കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രൊസീജിയർ എന്ന നിലയിൽ മെഡിക്കൽ എവിഡൻസ് അത്യാവശ്യമാണ്. ഈ മെഡിക്കൽ എവിഡൻസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ എന്ത് ചെയ്തു, മറ്റു കുട്ടികളുടെ അമ്മമാരൊക്കെ പിന്മാറി. ഇല്ല നമുക്ക് കേസ് വേണ്ട. പോലീസ് നിർബന്ധിച്ചിട്ടും അവർ വന്നില്ല. കാരണം വെച്ചാൽ മെഡിക്കൽ എടുക്കാൻ പോകണം, ഇതിൻ്റെ പിറകെ നടക്കാൻ വയ്യ എന്നൊരു സംഭവത്തിൽ അവർ പിന്മാറി. പക്ഷേ അത് പിന്മാറാൻ പാടില്ല. കാരണം ഇങ്ങനെ ഒരു കുട്ടികളോടുള്ള കുറ്റകൃത്യം ചെയ്യുന്നയാൾ ഇത് ആവർത്തിക്കപ്പെട്ടില്ല. എത്ര കുട്ടികളാണ്. അപ്പം ഇപ്പോൾ വന്ന 2 കുട്ടിയാണ്. ഇനി എത്ര പേരെ പുള്ളി ഉപദ്രവിച്ചിട്ടുണ്ട്, പുള്ളി അബ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന കാര്യം നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം വിഷയം വരുമ്പോൾ വീട്ടുകാർ സങ്കോചപ്പെടുത്താതെ, ഇത് നമ്മുടെ മാത്രം കാര്യമല്ല, ഇത് സമൂഹത്തിലെ കാര്യമാണ് എന്ന രീതിയിൽ എടുത്തുകൊണ്ട് കൃത്യമായിട്ട് അവരെ റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു, എന്നുവെച്ചാൽ അങ്ങനെ ഒരു സംഭവം വന്നാൽ ഈ ഒരു പ്രതി തന്നെ പലവരെ കേസിൽ ശിക്ഷിച്ചതിന് ശേഷം വീണ്ടും പീഡിപ്പിക്കുന്ന കാലമാണ്. അപ്പോൾ ഒരാളെങ്കിലും നമുക്കൊന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നാൽ മറ്റു കുട്ടികൾക്ക് ഈ ഒരു പ്രശ്നം വരാതിരിക്കും എന്നൊരു സംവിധാനം ഉണ്ട്. ഇതിപ്പം ഏതൊരു കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം, കുട്ടികളായിക്കോട്ടെ പാരൻസ് ആയിക്കോട്ടെ, അത്രയും ലഘൂകരിച്ച് സാറ് അതൊന്ന് ആ ഒരു പ്രോസസ്സ് നമുക്ക് പറഞ്ഞുതരാൻ. അതായത് നമ്മൾ ആദ്യം ഇങ്ങനൊരു സെക്ഷൽ അസോൾട്ട് ഒരു കുട്ടിക്ക് നടന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പിന്നീട് നമ്മൾ എന്തിലൂടെയൊക്കെ കടന്നു പോകണം എന്നുള്ള ഒരു പ്രോസസ്സിനെ പറ്റി, ആ ഒരു ജേർണീനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. നമുക്ക് എവിടെ വേണോ റിപ്പോർട്ട് ചെയ്യാം. പോലീസ് റിപ്പോർട്ട് ചെയ്യാം, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യാം, എവിടെ വേണോ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം, ഏത് ഒഫീഷ്യൽ സ്ഥാപനത്തിൽ റിപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഐഡൻറ്റിറ്റി വളരെ സീക്രട്ടായിരിക്കും. ചെവി പോലും നമ്മുടെ ഇങ്ങനെ സംഭവം നടന്നതായിട്ട് അറിയില്ല. പോലീസുകാർ യൂണിഫോമിലല്ല വീട്ടിൽ വരുന്നത്, യൂണിഫോമിൽ ആരും വരില്ല. കുട്ടിയെ പോലീസ് ജീപ്പിൽ കയറ്റില്ല. കുട്ടിയുടെ ഐഡൻറ്റിറ്റി തൊട്ടടുത്ത വീട്ടുകാർ പോലും ഈ സംഭവം അറിയില്ല. ഇപ്പോൾ പെൺകുട്ടി വരുമ്പോഴത്തേക്ക് എല്ലാവർക്കുമുള്ള പേടി ജീവിതകാലം മുഴുവൻ ഈ ഇത് അനുഭവിക്കേണ്ടി വരുമല്ലേ, പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയാണെന്ന് മറ്റുള്ളവർ അറിയില്ലേ എന്നൊരു പേടിക്കേണ്ട ഒരു കാര്യമില്ല. കേസ് വരുമ്പം ഇൻ ക്യാമറ പ്രൊസീഡിങ്സാണ്. ആരും ഇത് അറിയില്ല. കുട്ടിയെ ഇരുചെവി അറിയാതെ ആരും കാണാത്ത രീതിയിലാണ് കൊണ്ടുവരുന്നത്. കൂട്ടിൽ കയറുമ്പോൾ പ്രോസിക്യൂട്ടർ കാണും, ജഡ്ജി കാണും, അക്യൂസ്ഡ് കാണും, അക്യൂസ്ഡിൻ്റെ ലോയർ കാണും. പിന്നെ അക്യൂസ്ഡിനും കുട്ടിയും കാണാൻ പറ്റാത്ത രീതിയിലാണ് നിർത്തുന്നത്. അക്യൂസ്ഡിനും കാണാൻ പറ്റില്ല, കാരണം കൂട്ടിലാണ് നിർത്തിയിരിക്കുന്നത്. ഒരു കവേർഡായിട്ടുള്ളൊരു കൂട്ടിലാണ് നിർത്തിയിരിക്കുന്നത്. പിന്നെ കുട്ടിക്ക് പ്രതിയെ ഒരിക്കൽ കാണിച്ചു കൊടുക്കും, കാരണം ഐഡൻറ്റിഫിക്കേഷൻ എന്നൊരു പ്രൊസീജിയറുണ്ട്. അപ്പോൾ അത് കാണിച്ചു കൊടുക്കും, നിയമപരമായിട്ട് അത്യാവശ്യമുണ്ട്, അത്രയും ഒരിക്കൽ കാണിച്ചു കൊടുക്കുമെന്നല്ലാതെ. അതുകൊണ്ട് വളരെ സീക്രട്ടായിട്ടാണ് എല്ലാ കാര്യവും. തൊട്ടടുത്ത വീട്ടുകാർ പോലും ഇതറിയില്ല, നമ്മൾ പറഞ്ഞാലല്ലാതെ. അത്ര ഇത് ചെയ്യുന്ന ഒരു കാര്യം, അതിന് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ വീട്ടുകാർക്കുള്ള പ്രശ്നം എന്താണ്, ഇനി കൊച്ചിൻ്റെ ഭാവി എന്താവും, ആരെങ്കിലും പീഡിപ്പിക്കപ്പെട്ട കൊച്ചാണെന്ന് പറഞ്ഞാൽ നാളെ കല്യാണം നടക്കുമോ, കുട്ടി ഒറ്റപ്പെടൂലേ, മറ്റുള്ളവർ ഒഴിവാക്കൂലേ, ആ ഒരു ചിന്താഗതി വീട്ടുകാർ മാത്രമല്ല സമൂഹം മാറ്റണം. കുട്ടി മനഃപൂർവ്വം ചെയ്തതല്ലോ. കുട്ടിക്ക് വേറൊരാൾ വന്ന് അസോൾട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടി വിളിച്ചു വരുത്തുന്നതല്ലല്ലോ.
അപ്പോൾ അത് ഒരു സമൂഹം, നമ്മുടെ വീട്ടുകാരും എല്ലാം അത് മാറ്റണം. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഈ സംഭവങ്ങൾ പല കാര്യങ്ങളും കുട്ടിയെ നന്നായി പഠിപ്പിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ സംഭവം വരുമ്പോൾ കൃത്യമായിട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള അതൊരു ഡിഫൻസ് മെക്കാനിസവും കൂടിയാണ്. എന്നുവെച്ചാൽ കുട്ടികളുടെ ഡിഫൻസ് മെക്കാനിസം എടുക്കണം. എൻ്റെ ദേഹത്ത് എൻ്റെ പ്രൈവറ്റ് പാർട്സിൽ ആർക്ക് തൊടാം, അതിൽ പറയാൻ തൊട്ട് വരാൻ ഒരു ബിഗ് നോ, അത് പറയാൻ കുട്ടികൾ തയ്യാറാവണം. ഒരു കൈ അകലത്തിൽ എന്തോയാലും എൻ്റെ അടുത്ത് നിന്നാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടായാലും മാറി നിൽക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക. അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്സ് പിടിക്കണം ചങ്കൂറ്റത്തോടെ മുഖത്ത് നോക്കി പറയുക, നോ, എൻ്റെ ദേഹത്ത് തൊടരുത്. ആ ഒരു നോ പറയേണ്ട ഇപ്പം ഈ കാലഘട്ടം മാറി. ആ നോ പറയേണ്ട കാലഘട്ടമാണ്. നോ പറയാൻ ഉള്ള ആർജവം കുട്ടികൾക്കുണ്ട്. ദേ നോ തിങ്സ്, ബട്ട് വി മസ്റ്റ് ബി ഓപ്പൺലി വി സേ എ ഗുഡ് നോ. ആ ഒരു നോ എന്ന് പറഞ്ഞത് ചിലപ്പോൾ നമ്മുടെ ലൈഫിന് നമ്മൾ ഏറ്റവും കൂടുന്ന യെസ് ആയിരിക്കും. ലൈഫിന് മുന്നോട്ട് പോകുന്ന യെസ്സാണ് ആ നോ. അത് നമ്മൾ ഓരോ കുട്ടികളും രക്ഷിതാക്കളും തീരുമാനിക്കും. ആരൊക്കെ വീട്ടിൽ കയറാം, എൻ്റെ കൊച്ചിനെ ആരൊക്കെ കൊണ്ടുപോകാം. പിന്നെ ചില സാഹചര്യങ്ങൾക്ക് പറ്റില്ല. ഇപ്പം നമുക്കിപ്പം ഒരു കുട്ടിയെ നമുക്ക് ദിവസവും എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ശ്രദ്ധ, ആ ശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഒരു പരിധിവരെ ഇത് നിയന്ത്രിക്കാനും പറ്റും. ഇതിനുള്ളവരെ നമുക്ക് കൃത്യമായിട്ട് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും സാധിക്കും. നമ്മൾ ഈ റിയൽ ലൈഫിൽ നമുക്ക് ഉണ്ടാവുന്ന ഈ സിറ്റുവേഷൻ പോലെ തന്നെയാണ് ഈ വെർച്വൽ മീഡിയയിൽ നമുക്ക് വരുന്ന സൈബർ ക്രൈംസ് എന്ന് പറയുന്നത്. ഒരുപാട് പേര് അൺഅവെയറാണ്. എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റുക, അല്ലെങ്കിൽ ഇതൊക്കെ അവർ ചെയ്യുന്നത് ഒരു ക്രൈമാണ് എന്ന് അൺഅവെയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു കുട്ടി ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കൂ. ഒരു 15 വയസ്സിന് അല്ലെങ്കിൽ ഒരു 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. അതിലടിയിൽ വരുന്ന കമൻസുകളിൽ നമുക്ക് ഈ ഒരു അല്ലെങ്കിൽ അങ്ങനെ അശ്ലീല കമൻസുകൾ ഇടുന്ന ആൾക്കാർക്ക് ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിൽ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ? അതല്ല, ഇപ്പം ഒരു കൊച്ചു കുട്ടിയാണെങ്കിൽ കുട്ടിക്കെതിരെയുള്ള കമൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും അശ്ലീല വാക്കുകൾ, കുട്ടിക്കെതിരെ സെക്ഷലി ഹരാസ് ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ കേസെടുക്കാം. ഇപ്പോൾ കൂടുതൽ കാണുന്നത് സൈബർ കുറ്റകൃത്യങ്ങളാണ്. അതിൽ 2-3 വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കേസ് എൻ്റെ അടുത്ത് വന്നതെന്ന് വെച്ചാൽ, ഒരു അധ്യാപകനും കുട്ടിയും തമ്മിൽ ചെറിയ ഒരു അടുപ്പം ഉണ്ടെന്നാണ് ഫോട്ടോകൾ കണ്ടപ്പോൾ തോന്നി. ഈ അധ്യാപകൻ ഇവരുമായിട്ടുള്ള സെൽഫി എടുക്കും, ഇവരുമായിട്ടുള്ള ഹിഡൻ റിലേഷൻഷിപ്പിൻ്റെയും സെൽഫി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സെൽഫി എടുത്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, സെൽഫി എടുത്തതെല്ലാം ഫോണിൽ സൂക്ഷിച്ചു. ഒരു സമയത്ത് ഈ അധ്യാപകൻ്റെ ഭാര്യ ഈ ഫോണിൽ ഈ ഫോട്ടോകൾ കാണുന്നു. ഈ കുട്ടിയെ വിളിച്ച് സംസാരിക്കുന്നു, മേലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് വരരുത് എന്ന് പറയുന്നു. കുട്ടിയെ പ്രേരിപ്പിച്ചാണ് ഇത് ചെയ്തത്. ഫോട്ടോ എടുപ്പിച്ചതും എല്ലാം പ്രേരിപ്പിച്ചാണ് ചെയ്തത്. അങ്ങനെ പറഞ്ഞിട്ട് കുട്ടി എന്ത് ചെയ്തു, കുട്ടി ഇങ്ങനെ വിളിച്ചു തന്നാൽ അധ്യാപകന് ഇഷ്ടപ്പെട്ടില്ല. അധ്യാപകൻ എന്ത് ചെയ്തു, അധ്യാപകൻ്റെ സർക്കാർ ജീവനക്കാരാണ്, പ്രൈവറ്റ് ട്യൂഷൻ നടത്തുന്ന ആളാണ്. ഈ വൈഫിനെ എടുത്തിട്ട് അടിച്ചിട്ട് വൈഫ് കയറി സൂയിസൈഡ് ചെയ്തു. അപ്പോൾ പോലീസ് വന്ന് സൂയിസൈഡ് കഴിയപ്പോൾ എന്ത് ചെയ്തു, ഈ പടങ്ങൾ എന്തോ വൈഫ് മരിക്കും മുമ്പ് പുറത്തു വിട്ടു. അപ്പോഴാണ് കുട്ടിയുടെ അച്ഛൻ അറിയുന്നത് ഇവർ തമ്മിലുള്ള പടങ്ങൾ. അങ്ങനെ കുട്ടിയെ കണ്ട് പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടി ഈ പീഡന കഥ അങ്ങനെ പ്രേരിപ്പിച്ചിട്ട് ഫോട്ടോ എടുത്ത് പിന്നെ സെക്ഷൽ റിലേഷൻഷിപ്പിൽ അയാൾ വരട്ടി പുള്ളിയെ കൊണ്ട് ചെയ്ത കാര്യങ്ങൾ കുട്ടി പറയുന്നു. അപ്പോൾ ഒരു വിധത്തിൽ നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ സെൽഫി, ഇപ്പം നമ്മളടക്കം എല്ലാവരും പൂജ അടക്കം നമ്മളെല്ലാം സെൽഫി എടുക്കുന്നവരാണ്. അപ്പോൾ ഈ സെൽഫി എടുക്കുമ്പോൾ എന്ത് സെൽഫി എടുത്താലും ശരി തന്നെ, ഈ നമ്മുടെ പടങ്ങൾ മറ്റൊരാൾ എടുക്കുമ്പോൾ അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. ഇപ്പോൾ സൗഹൃദ സെൽഫി കാണും, അടുത്ത സുഹൃത്ത് എടുക്കുന്നത്. പക്ഷേ ഒരു സ്ട്രേഞ്ചർ വന്ന് എടുക്കുമ്പോൾ ഇപ്പം പലരും നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ഇരിക്കും, പലരും സെൽഫി എടുക്കാറുണ്ട്. ഇത് നാളെ എന്ത് സംഭവിക്കുന്ന കാര്യം നമ്മൾ ആണുങ്ങളായതുകൊണ്ട് പറ്റിയ കുഴപ്പം വരാനില്ല. പക്ഷേ കൊച്ചു കുട്ടികൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക തന്നെ വേണം. കാരണം ഇതിനെ എടുത്ത് മോർഫ് ചെയ്തിടാം, ഫോട്ടോ എടുത്തവർക്ക് ദുരുപയോഗം ചെയ്യാം. ഈ പല സൈബർ ക്രൈംസ്, ഇപ്പോൾ പോക്സോ 11 സൈബർ ക്രൈംസാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ സൈബറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം ആർക്കും അറിഞ്ഞൂടാത്തൊരു കാര്യമാണ് കുട്ടികളുടെ പിക്ചേഴ്സ് അത് വ്യൂ ചെയ്യുന്നവരുണ്ട്, വീഡിയോസ് വ്യൂ ചെയ്യുന്നവരുണ്ട്. കുട്ടികളുടെ ഈ ആയിട്ടുള്ള വീഡിയോസ് വ്യൂ ചെയ്യുന്നത്,
അത് കുട്ടികളാണെങ്കിൽ ആ വ്യൂ ചെയ്ത് അപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരെ കുട്ടികളുടെ വീഡിയോസ് കാണുന്നു എന്നുള്ള മെസ്സേജ് കിട്ടും, പോലീസിന് കിട്ടും. അതാ പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. ഈ പോൺ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അവരെന്ത് ചെയ്ത് ഈ കുട്ടികളുടെ വീഡിയോസും കാണുമ്പോൾ കൃത്യമായിട്ടുള്ള മെസ്സേജ് കിട്ടും. കാരണം അത്രത്തോളം ഞാൻ പറയാം, UN അടക്കം ഉള്ള യുണൈറ്റഡ് നേഷൻസ് അടക്കം കുട്ടികളുടെ വീഡിയോ കാണുന്ന അപ്പം അവർക്ക് മെസ്സേജ് കിട്ടും. അങ്ങനെ ഒരു ആപ്പുണ്ട്. ആ മെസ്സേജ് ഇട്ട് ഉടനെ തന്നെ പോലീസ് എത്തി അപ്പം തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത്രത്തോളം കുട്ടികളെ സംബന്ധിച്ചുള്ള ഒരു കാര്യവും വരാൻ പാടില്ല ഒരു കടുത്ത ഒരു നിയന്ത്രണം വരുത്തുന്നുകൊണ്ടാണ്. അപ്പോൾ കുട്ടികളുടെ വീഡിയോസ് കാണുന്നതിൻ്റെ സ്ഥിരമായിട്ട് അവർ ചിലപ്പം ഇങ്ങനത്തെ അസുഖമുള്ളവരായിരിക്കും. അപ്പം ഇതെങ്ങനെ അവൈലബിൾ ആവുന്നത് കുട്ടികളുടെ ഇങ്ങനത്തെ വീഡിയോസ്? കുട്ടികളുടെ അങ്ങോട്ട് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കേരളത്തിലായിരിക്കുമല്ലോ, അന്യ ദേശങ്ങളിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ അതൊക്കെ എല്ലാം ഹിഡനായിട്ട് ചെയ്യുന്ന കാര്യമല്ലേ. കുട്ടിയൊക്കെ ഈ ചെയ്യുന്ന കുട്ടികൾക്ക് എത്ര 3, 4, 5, 10 വയസ്സുള്ള കുട്ടികളുടെയൊക്കെ ആണ് വരുന്നത്. കുട്ടികൾക്കേ അറിഞ്ഞുകൂടായിരിക്കും. അത് വ്യൂ ചെയ്യുന്നത് തന്നെ ഒരു ഒഫൻസാണ്. പിന്നെ സൈബറുമായി ബന്ധപ്പെട്ട് കുട്ടികളെ പലപ്പോഴും അപ്പോൾ ഞാൻ പറയുന്ന കാര്യം വീണ്ടും ആവർത്തിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ളൊരു ശ്രദ്ധ. ഇപ്പോൾ കൊച്ചുകുട്ടികൾ പ്രത്യേകം ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ വേണം. ഫോട്ടോ എടുക്കുമ്പോഴുള്ള ശ്രദ്ധ, ആരെങ്കിലും സെൽഫി എടുക്കുമ്പോഴൊരു ശ്രദ്ധ. അതുണ്ടെങ്കിൽ ഈ വിഷയങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. ഇപ്പം ഈ ഫോട്ടോസിന് കമൻറ്റ് ചെയ്യുന്നവരെയും ബാക്കി സെൽഫീസ് മിസ്യൂസ് ചെയ്യുന്നവരെയും ഇതൊക്കെ പറ്റി സംസാരിച്ചു. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂസിൻ്റെ കാലഘട്ടമാണ് ഇപ്പം. നമ്മളിപ്പോൾ ചെറിയ കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലി വ്ളോഗിങ് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഈ ഇൻ്റർവ്യൂകളിൽ തന്നെ കുട്ടികൾക്ക് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ ഭാവി കല്യാണം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആ രീതിക്കുള്ള ചോദ്യങ്ങൾ, കുട്ടികളോടുള്ള പ്രോപ്പറായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കില്ല അത്. ഇതെല്ലാം ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യമാണോ? അതിൽ സെക്ഷുവൽ ആയിട്ടുള്ള അബ്യൂസസ് വരികയാണെങ്കിൽ, സെക്ഷുവൽ കളർഡ് റിമാർക്സ് വരികയാണെങ്കിൽ മാത്രമേ ഇതിലോട്ട് വരുള്ളൂ. ബാക്കി തന്നെ വേറെ നിയമങ്ങൾ കാണണം. പക്ഷേ ഇത് പോക്സോയിൽ അത് അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഈ സെക്ഷുവലായിട്ടുള്ള കളേർഡായിട്ടുള്ള റിമാർക്സ് മാത്രമേ പോക്സോയിൽ വരുള്ളൂ. അതിപ്പം അത് കുട്ടികളായിട്ട് അങ്ങനെ ചോദിക്കുകയാണ്, എന്താണ് സെക്സിനെ കുറിച്ച് അറിയാമോ എന്നല്ലേ, സെക്ഷുവലായിട്ടുള്ള ഇതാണ് ചിലർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇഷ്ടം. അതൊക്കെ ഒരിക്കലും ചോദിക്കാൻ പാടില്ല, അത് ക്രൈം തന്നെയാണ്. ഇപ്പം ഈ പബ്ലിക് റിയാക്ഷൻ ചാനൽസ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ മൈക്കെടുത്ത് ഈ കുട്ടികളുടെ അടുത്തൊക്കെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ്, ഡബിൾ മീനിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ല, അത് തന്നെ, അതെല്ലാം സെക്ഷുവലി കളർഡ് റിമാർക്സിൽ വരും. ഡബിൾ മീനിങ് ആയാലും സെക്ഷുവലി കളർഡ് റിമാർക്സിൽ വരുന്നതാണ്. അത് പോക്സോയിലോട്ട് ഒഫൻസ് ആണ്. ആ വീഡിയോ കാണുന്ന ആർക്കും നമുക്ക് വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാം. ഉറപ്പായിട്ടും ഫയൽ ചെയ്യാം. നമുക്കൊരു ലേമാന് ഫയൽ ചെയ്യാം. ഇപ്പോൾ പല കേസിലും ഫയൽ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു വീഡിയോ അങ്ങ് മാറ്റും. പിന്നെ ഇവരെ കിട്ടാത്തതുകൊണ്ട് ഇവരെവിടെയാണ് ആരൊക്കെ ഒരു പിടിയും കാണില്ല. കാരണം ഇവരെവിടത്തുള്ളവരാണ്. അത് ഒരു അതോറിറ്റി, ഇപ്പം നിങ്ങളുടെ തന്നെ ഒരു അതോറിറ്റി ഉണ്ട്. ഇപ്പോൾ ഈ അതോറിറ്റി ഇല്ലാത്തവർക്ക് പിന്നെ അപ്പം തന്നെ അവർ ഫോൺ നമ്പർ മൊത്തം മാറ്റി, ഈ സാധനം അപ്പോഴേ ഡിലീറ്റ് ചെയ്യും. പിന്നെ അവരെ ഒരിക്കലും കിട്ടില്ല. അവർ യൂട്യൂബിലിട്ടെങ്കിൽ അപ്പം തന്നെ അവരെ പോസ്റ്റ് അങ്ങ് റിലീസ് ചെയ്യും. അപ്പോൾ പോസ്റ്റ് വിഡ്രോ ചെയ്താൽ പിന്നെ അവരെ കിട്ടില്ല. അപ്പോൾ നിയമത്തിൻ്റെ മുന്നിലോ പോലീസിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ മുന്നിലോ ഇങ്ങനൊരു സാധനം വരികയാണെങ്കിൽ ഈ സാധനം പെട്ടെന്ന് തന്നെ അത് ഒരു ഒഫൻസിലോട്ട് പോയി എടുക്കാൻ പറ്റും. പക്ഷെ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ പാടാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റീസെൻ്റായിട്ട് വളരെയധികം ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ട ഒരു വീഡിയോ ഉണ്ട്. ഒരു വയോധികൻ, അദ്ദേഹം ആ സ്കൂളിൻ്റെ സെക്യൂരിറ്റി ആയിട്ടോ എന്താണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു കുട്ടി ഇതേപോലെ സെക്ഷൽ അസോൾട്ടിന് കേസ് കൊടുത്തു അണ്ടർ പോക്സോൻ്റെ ആക്ട് പ്രകാരം. അദ്ദേഹം എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 1 ഇയറിനടുത്ത് അദ്ദേഹം ജയിലിൽ കടന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ആ കുട്ടി നിരപരാധിയാണ്, അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞത്. ഇങ്ങനത്തെ കുറേ ഫേക്ക് കേസുകൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ സാറിന് അറിയാവുന്ന, അല്ലെങ്കിൽ സാർ അങ്ങനത്തെ ഫേക്കായിട്ടുള്ള കേസുകൾ ഡീൽ ചെയ്തിട്ടുണ്ടോ? ഇനി ഇതിങ്ങനെ ഫേക്കായി കേസ് കൊടുത്ത് ഇപ്പോൾ അയാളെ ശിക്ഷിച്ച് കഴിഞ്ഞ് ഇതൊരു ഫേക്ക് കേസാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വേറെ ശിക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതിൽ പൂജ 2 കാര്യങ്ങളായിട്ട് നമുക്കെടുക്കാം. ഇപ്പോൾ ഒരു പ്രതിയെ വെറുതെ വിടുന്നു എന്ന ഉദ്ദേശം വന്ന് അത് ഫേക്ക് കേസ് ആവണമെന്നില്ല. 1. 2, ഫേക്ക് കേസുകളുണ്ട്, ടു ബി ഓപ്പൺ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഈ ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ വരുന്നത് ചിലപ്പം അത് ഫേക്ക് കേസ് ആവാനുള്ള സാധ്യതയുണ്ട്.
ചിലപ്പോൾ അച്ഛൻ മോളെ കൊണ്ട് നിർബന്ധിച്ചും മോൾ അച്ഛനെ കൊണ്ട് നിർബന്ധിപ്പിച്ചും ഒക്കെ കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്, വന്നിട്ടുമുണ്ട്, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു പ്രതിയെ വെറുതെ വിടുന്നു എന്നത് ഫേക്ക് കേസാണ് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എവരി അക്യൂസ് മേ ബി സം റിലേറ്റീവ്സ് ഓർ സംതിങ് നോൺ ടു ഹിം ഓർ ഫാമിലി. അറ്റ് ദ ടൈം ഓഫ് എവിഡൻസ്, അത് ട്രയൽ തുടങ്ങുമ്പോൾ അവർക്കൊക്കെ താല്പര്യം കാണില്ല. ഒന്നാമത്തെ കാര്യം, അയ്യോ ഇനി അയാൾ എന്ത് ചെയ്യും, പ്രതി എന്ത് ചെയ്യും, ഇനി പ്രതി ഇനി നാളെ നമ്മളെ വല്ലതും ചെയ്യൂ, പ്രതി ഇനിയും നമ്മളെ ഉപദ്രവിക്കുമോ, അല്ലെങ്കിൽ അയ്യോ പാവമില്ലേ അവൻ ഇത്രയും കാലം അകത്ത് കിടക്കണം. കാരണം പോക്സോയെക്കുറിച്ച് എല്ലാവരും അവെയറാണ്, കേസുകളുടെ ഡീറ്റെയിൽസൊക്കെ പത്രങ്ങളിൽ ശിക്ഷ, അയ്യോ നമ്മൾ കാരണം ഇനി അയാൾ ഇത്രയും കൊല്ലം കിടക്കണ്ടേ എന്ന ചിന്തകൾ വന്ന് ഈ കുട്ടികളെല്ലാം മാറ്റിപ്പറയും. ഇപ്പം തന്നെ എൻ്റെ കൂടെ തന്നെ 100ഓളം കേസ് ശിക്ഷിച്ചിട്ടുണ്ട്, ശിക്ഷ വരുന്ന 100 അടുക്കുന്നു. ഈ കേസിൽ വന്നതിൽ ഇതിൽ വന്നത് തന്നെ ഭൂരിഭാഗം കേസുകൾ ചിലരൊക്കെ കൂറ് മാറിയതാണ്. കൂറ് മാറിയിട്ട് നമ്മൾ എവിഡൻസ് കൊണ്ടുവന്ന് ശിക്ഷിച്ച കേസുകളുണ്ട്. അപ്പോൾ ഈ കോടതിയിൽ വരുന്നവർ നമുക്ക് കേസ് വേണ്ട പിൻവലിക്കാൻ വരുന്നതെന്നാണ്. അപ്പം പോലീസ് കേസെടുക്കുമ്പം ചിലപ്പോൾ പോലീസ് ഇവർ കിടന്ന് ബഹളം വയ്ക്കും, കേസ് വേണ്ട. ഇല്ല, കേസൊന്നുമില്ല, നിങ്ങൾ ധൈര്യമായി പൊയ്ക്കോളാൻ പറയും കേസെടുത്തിട്ട്. കാരണം പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇവരൊക്കെ വന്ന് ബഹളം വയ്ക്കും. അപ്പോൾ ഈ സമയം വരുമ്പോൾ ഇവർ പറയും നമുക്ക് കേസൊന്നും വേണ്ട എന്ന് പറയും. അപ്പോഴേ അങ്ങനെ പ്രതിയെ വെറുതെ വിടുന്ന കേസുകൾ പ്രതി കുറ്റക്കാരനല്ലാന്നും പറയാൻ പറ്റില്ല, അല്ലാതൊന്നും പറയാം. ഇപ്പം വേറെ ഒരു കേസ് ഞാൻ പറയാം. ഒരു രണ്ടാനച്ഛൻ, ഈ രണ്ടാനച്ഛൻ വന്നിട്ട് ഒരു കുട്ടിയെ വെച്ചാൽ അയാളെ വൈഫിൻ്റെ മകളെ ബ്രൂട്ടലായിട്ട് മീൻസ് വൻ ഇഞ്ചുറിയൊക്കെ കുട്ടിക്ക് വന്നു. സമയമാകുമ്പോൾ അത് വായിച്ചാൽ നമ്മൾ തന്നെ പേടിച്ചു ആ ഒരു ക്രിമിനൽ ഇത് കാണുമ്പോൾ. പക്ഷെ എന്ത് ചെയ്യും, സമയമാകുമ്പോൾ കുട്ടി ഒറ്റയ്ക്ക് പറയാൻ ഞാൻ പറയില്ല, കുട്ടിയുടെ വീട്ടുകാരടക്കം നിർബന്ധിച്ച് പറയിച്ചില്ല. അപ്പം ആ പ്രതിയെ വെറുതെ വിട്ടു എന്നും പറഞ്ഞാൽ ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഹീ ഈസ് എ ഇന്നസെൻറ്റ്. അപ്പോൾ ചില കേസുകളിലൊക്കെ ഫേക്ക് കേസുകളാവാം. നമുക്കറിയാമല്ലോ, ഒരു കുട്ടി പറഞ്ഞു, ഇപ്പോൾ കുട്ടി വിക്ടിം, ഒരു പ്രിസംഷനുള്ള ആക്റ്റാണ്. എന്നുവെച്ചാൽ പ്രിസംഷൻ മീൻസ് ഒരു കേസ് ഫൈനൽ റിപ്പോർട്ട് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുക, അതിൻ്റെ അർത്ഥം പ്രതി കുറ്റക്കാരനാണെന്ന പ്രിസംഷനുള്ള ആക്റ്റാണ്. അപ്പോൾ കുട്ടി പറഞ്ഞതിൻ്റെ ബേസിൽ മാത്രം ഒരു കേസ് ശിക്ഷിക്കണമെന്നില്ല. ഇറ്റ് മസ്റ്റ് ബി സപ്പോർട്ടഡ് വിത്ത് ദ എവിഡൻസ്. മീൻസ് അടുത്ത കുട്ടികളുടെ മൊഴി, ബാക്കി സാഹചര്യം, പിന്നെ ഇവർ തമ്മിൽ പ്രതിഭാഗം തന്നെ ആയിരിക്കുമല്ലോ, ഇവർ തമ്മിൽ വേറെ ഇടപാടുണ്ടായിരുന്നു, ഇവർ തമ്മിൽ നേരെ ഒരു പ്രിവ്യൂസ് എനിമിറ്റി ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ തെളിയിക്കാനുള്ള ഒരു അവസരം പ്രതിഭാഗത്തിനുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില ക്രിമിനൽസ് എന്ത് ചെയ്യും, നേരത്തെ മുൻകൂട്ടി കണ്ട് തന്നെ ഒരു കേസ് മുൻകൂട്ടി കണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്തിരിക്കും. ഒരു കേസ് ഇന്നല്ലെങ്കിൽ നാളെ ഇത് കേസായിട്ട് വന്നാൽ, അല്ലെങ്കിൽ കേസ് വന്നു കഴിഞ്ഞാൽ കാരണം മിക്കവാറും ഈ റിലേഷൻഷിപ്പ് കാണുമല്ലോ, അച്ഛനുമായിട്ടോ കൊച്ചുമായിട്ടോ അമ്മയായിട്ടൊക്കെ റിലേഷൻഷിപ്പ് കാണുമല്ലോ. അപ്പോൾ പല സാമ്പത്തിക ഇടപാടുകൾ കാണും. പ്രതിക്ക് പൈസ കൊടുത്തിരിക്കും, പ്രതി അങ്ങോട്ട് പൈസ കൊടുത്തിരിക്കും, തിരിച്ചു കൊടുത്തിരിക്കും, അങ്ങനെ ഒരുപാട് ഇടപാടുകൾ കാണുമല്ലോ. ചിലപ്പോൾ അങ്ങനെ ഇടപാടുകൾ വരുമ്പോൾ കേസ് വരുമ്പോഴത്തേക്ക് ഈ ഇടപാടുകളെല്ലാം പ്രതി കൊണ്ടുവരും. അപ്പോൾ ദർ ഈസ് എ ഡൗട്ട്. അത് ലൂപ്പ് ഹോൾ അവർ ചിലരുണ്ടാക്കി വയ്ക്കാറുണ്ട്. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ, കാരണം ഞാൻ പറഞ്ഞല്ലോ, കുട്ടിയുമായി ബന്ധപ്പെട്ട ആളല്ലേ ഇത് കൂടുതലും ചെയ്യുന്നത്. ഒരു സ്ട്രേഞ്ചർ വന്ന് ചെയ്യുമ്പോൾ ശരി, ഓക്കെ, നമുക്ക് സമയം. പക്ഷേ കുട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്ക് ഒരുപാട് ലൂപ്പുകളുണ്ട്. ഇപ്പോൾ രണ്ടാനച്ഛൻ തന്നെ ഇരിക്കുകയാണ്, ചിലപ്പം രണ്ടാനച്ഛൻ ഒരു പ്രതിയായിട്ടുള്ള കേസിൽ ഒരുപാട് ലൂപ്പുകളുണ്ടാവും. അച്ഛൻ പ്രതിയായിട്ട് വരുന്ന കേസ് ലൂപ്പുകൾ ഇഷ്ടം പോലെ കാണും. കാരണം ഹീസ് എ ഫാദർ എന്നും പറഞ്ഞ് അതിൽ ഫേക്ക് കേസുകൾ വരുന്നുണ്ട്. എന്നും പറഞ്ഞ് അച്ഛൻ പ്രതിയായിട്ട് വന്ന ഒരു കേസ് എല്ലാം കള്ളമാണെന്നൊരു ധാരണ എനിക്കില്ല. ഒരു കേസിൽ വന്നപ്പോൾ ഒരു അച്ഛനാണ് പ്രതി. അച്ഛൻ പ്രതിയായിട്ടുള്ള കേസിൽ വന്നതെന്ന് നോക്കിയപ്പോൾ 2 പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഇയാൾ മദ്യപിച്ചാൽ കുഴപ്പമാണ്, ഈ പ്രതി മദ്യപിച്ചാൽ കുഴപ്പമാണ്. മദ്യപിച്ചപ്പോഴേക്ക് ഈ മദ്യപിച്ച് വരുമ്പോഴത്തേക്ക് മൂത്ത കൊച്ച് കുറച്ച് വലിയ കൊച്ചാണ്, ഈ കുട്ടി അടുത്തു പോവില്ല, അമ്മ വിദേശത്താണ്, ഇളയ കുട്ടിയെ ഇയാളെ കൂടെയാണ് കിടക്കുന്നത്. അപ്പോൾ അത് അവസാനം ഈ കുട്ടിക്ക് ഇൻഫെക്ഷനായി, അല്ല പ്രൈവറ്റ് പാർട്സിൽ ഇൻഫെക്ഷനായിട്ടാണ് അയാൾ ചെയ്തിട്ടില്ല എന്ന് അയാൾ പറയും. ഇനി മദ്യപത്തിൻ്റെ ആസക്തി ചെയ്തതാണെന്ന്. ഇയാളെ 3 ജീവപര്യന്തമാണ് കോടതി കൊടുത്തത്. കാരണം ഹി ഡിസേർവ്സ് ദാറ്റ്.
അപ്പോൾ അതൊരു കള്ളക്കേസായിട്ട് നമുക്ക് തോന്നില്ല. പിന്നെ കൊച്ചുകുട്ടി, തീരെ പൊടിക്കുട്ടികളൊന്നും കള്ളം പറയേണ്ട കാര്യമില്ല അവർക്ക്. അപ്പോൾ ചിലപ്പോൾ പ്രീവിയസ് എനിമിറ്റി ഉള്ളവർ ഫേക്ക് കേസിൽ ഉൾപ്പെടുത്താൻ കാര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം വെറുതെ വിടുന്ന കേസെല്ലാം ഫേക്ക് അല്ല, വി കനോട്ട് സേ ദാറ്റ് ദേ ആർ ഇന്നസെൻറ്റ്. പക്ഷേ എന്നാലും ഇതിൻ്റെ ഇടയിൽ ചില കേസുകൾ കയറി വരുന്നുണ്ട്. അത് നമ്മൾ സമൂഹം മനസ്സിലാക്കേണ്ട കേസാണ്. ഇപ്പോൾ ഒരു ആക്ടിനെ ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ വേണ്ടി അപ്പോൾ എന്ത് ചെയ്യും, ജെനുവിൻ ആളുകൾക്കാണ് ഇത് സഫർ ഉണ്ടാവും, അവർ സഫർ ചെയ്യപ്പെടേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. ഇതിലിപ്പോൾ രണ്ട് മൈനർ ആൾക്കാരാണ് ഈ ഒരു ഇതിൽ ഇൻവോൾവ് ആവുന്നതെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, അല്ലെങ്കിൽ ഈ ഒരു നിയമം എങ്ങനെയായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റും? അതും നമുക്ക് രണ്ടായിട്ട് എടുക്കാം. ഒന്ന് വിത്ത് കൺസെൻ്റ് ആണെങ്കിൽ അത് മൊഴി അതിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും എന്താണ് അവരുദ്ദേശിച്ചതെന്ന്. മീൻസ് ആരാണ് ഫസ്റ്റ് പാർട്ടി എന്ന കാര്യത്തിൽ. അങ്ങനെ വന്നാലും പ്രത്യേകം നമ്മുടെ ജൂനിയർ ജസ്റ്റിസ് ആക്ട് പ്രകാരം 18 വയസ്സ് ആവാത്തോളം ജൂനിയർ ജസ്റ്റിസ് ആക്ട് പ്രകാരം നേരെ ജൂനിയർ ബോർഡിലോട്ട് വിടും. അപ്പോൾ അതിൽ രണ്ടുപേരും മൈനർ ആകുമ്പോൾ ആരാണ് ആദ്യം ഇനീഷ്യേറ്റീവ് എടുത്തേന്നുള്ളൊരു ബേസിൽ മാത്രമാണ്. അല്ല, അതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. ഹൂ ഈസ് ദ കൺസെൻറ്റിങ് പാർട്ടി, ഫസ്റ്റ് പാർട്ടി ആരാണ് വിളിച്ചുകൊണ്ട് പോയത്? അതൊരു പോലീസ് നിയമ തെളിവ് പ്രകാരമേ അത് ചെയ്യാൻ പറ്റും. അത് ഡിഫിക്കൽട്ടായിട്ട് ഒരു ടാസ്ക്കാണ്. കാരണം രണ്ടും മൈനേഴ്സായിട്ട് വരുന്നത്, കാരണം അക്യൂസ്ഡും വിക്ടിമും മൈനേഴ്സായിട്ട് വരുന്നത്. പോക്സോ എന്ന് പറയുന്ന ഈ ആക്ട് വരുന്നത് 2012 അതിന് മുന്നേ ഈ ഒരു നിയമം ഇല്ല. ഈ 2012 ലെജിസ്ലേഷൻ ഈ ഒരു നിയമം പാസ്സാക്കാന്ന് വിചാരിക്കൂ. പാസ്സാക്കി അതിന് ഒരു മിനിറ്റ് മുന്നേ നടന്നൊരു ക്രൈമാണെങ്കിൽ ഇത് ഈ ഒരു ആക്ടിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്നാണോ ആക്ട് തുടങ്ങിയത്, ഏത് ഡേറ്റിലാണ് തുടങ്ങിയത്, ആ ഡേറ്റ് മുതലുള്ളത് മാത്രമേ എടുക്കാൻ പറ്റൂ. ആ ഡേറ്റിൻ്റെ കുറച്ച് മുന്നത്തെ ഡേറ്റ് ഒരു ഡേറ്റ് തലേ ദിവസമാണെങ്കിലും എടുക്കാൻ പറ്റില്ല. എന്ന ആക്ട് തുടങ്ങി ആ ഡേറ്റ് മുതലേ നിലവിൽ വരുന്നുള്ളൂ. ആ നിയമം നിലവിൽ വരുന്നത് മുതലാണ് അത് വരുന്നത്. അപ്പം ഇതിന് മുന്നേ അപ്പോൾ ഈ കുട്ടികൾ നേരിട്ടുള്ള ഈ സെക്ഷൽ ഹരാസ്മെൻ്റ് ഒക്കെ ഏതൊരു ലോൻ്റെ അണ്ടറിലായിരുന്നു വരുന്നുണ്ടായിരുന്നു? നേരത്തെയുള്ള ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് എ വുമൺ, ഇപ്പോൾ ഇതെല്ലാം IPC-ലുണ്ട്. നേരത്തെ അതാണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഒരു ചർച്ച വന്നത് നിർഭയ കേസുമായി ബന്ധപ്പെട്ടാണ്. വലിയൊരു ചർച്ച വരാം. അതിന് മുമ്പായിട്ട് ഡിസ്കഷൻസ് ഇസ് ഗോയിങ് ഓൺ. UN അടക്കം, യുണൈറ്റഡ് നേഷൻസ് അടക്കമുള്ള ജനീവ കൺവെൻഷനിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് വെച്ചാൽ ദർ മസ്റ്റ് ബി എ ലോ ഇൻ എവറി കൺട്രി ടു പ്രൊട്ടക്ട് ദ ചൈൽഡ്. അങ്ങനൊരു ഇത് പണ്ടും അങ്ങനൊരു ചർച്ച വന്ന്, കാരണം നാളത്തെ യുവത്വം, നാളെ അവരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. സോ ദറ്റ് കുട്ടികൾ മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് എന്നൊരു വലിയൊരു ചർച്ചകൾ ഈ UN-ലൊരു ജനീവ അസംബ്ലിയിൽ വന്നു തുടങ്ങി. ആ അസംബ്ലി വന്നതിന് ശേഷമാണ് പണ്ടല്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ കൃത്യമായിട്ടുണ്ട്, കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള നിയമനിർമ്മാണം ചെയ്യണം എന്ന് കൃത്യമായി നമ്മുടെ ഭരണഘടന തന്നെ നമുക്ക് അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ നിർഭയ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം കൂടുതൽ ചർച്ച വരുന്നത്. നിർഭയ കേസിൽ വന്നപ്പോഴത്തേക്കാണ് അതൊരു കുട്ടി മൈനറായിരുന്നല്ലോ. അങ്ങനെ വന്നതിന് ശേഷമാണ് ഈ ആക്ട് പെട്ടെന്ന് കൊണ്ടുവരാൻ, അതിൻ്റെ ഒരു പ്രൊസീജിയർ നടക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണ് ഈ ആക്ട് 2012 കൊണ്ടുവന്നു. അപ്പോൾ അതിനു മുമ്പൊക്കെ IPC-യിലുള്ള സെക്ഷൻസ് ഉണ്ട്, അതിൻ്റെ അണ്ടർ തന്നെയായിരുന്നു. ഇപ്പോൾ കുട്ടികളുടെ എക്സ്ക്ലൂസീവായിട്ടുള്ള കുട്ടികളുടെ ഒരു കേസായിട്ട് ഇത് തുടങ്ങിയത് ഈ ആക്ട് മാത്രമാണ്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, അല്ല ഇനി ശരിയാണെന്ന് തോന്നുന്നു, അതായത് ഇപ്പം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരു 13 വയസ്സിൽ എനിക്ക് ഇങ്ങനെ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റ് ഞാൻ നേരിട്ട് കഴിഞ്ഞ്, ചിലപ്പോൾ ഞാൻ എൻ്റെ ഒരു 60ാമത്തെ വയസ്സിലൊക്കെ ആയിരിക്കാം ഞാൻ ചിലപ്പോൾ ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ ഈസ് ഇറ്റ് വാലിഡ്? പിന്നെ അതുമാത്രമല്ല, ഇപ്പം ഞാൻ ആ 60ാമത്തെ വയസ്സിൽ ഞാൻ ആ കേസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചെയ്ത ഒരാൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 70-75 വയസ്സുള്ള ഒരാളായിരിക്കും. അപ്പം അയാളുടെ ആ ഒരു ശിക്ഷയ്ക്ക് ചിലപ്പോൾ ഇളവുണ്ടാവുമോ? അയാളുടെ മെഡിക്കൽ കണ്ടീഷൻ ഇതിന് ബാധകമാണോ? എങ്ങനെയായിരിക്കും അത്? ഈ പോക്സോ ആക്ട് നിലവിൽ വന്നതിന് ശേഷമുള്ളതാണെങ്കിൽ അതിൽ കാലതാമസം ഒരു ക്രൈറ്റീരിയ അല്ല. പക്ഷേ ഈ തെളിവെടുക്കുമ്പോൾ, എവിഡൻസ് എടുക്കുമ്പോൾ കാലതാമസം എന്തു പറ്റി എന്നൊരു ക്രൈറ്റീരിയ ആണ്. അപ്പോൾ ഈ ഡിലേ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട സംഭവം എന്താണ്? ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ്. ഡിലേ മസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ്. ദെൻ it is up to the court to decide whether that explanation is satisfactory or not.
ഡിലേ ഇല്ലാത്ത പോക്സോ കേസ് അപൂർവമാണ്. ഇപ്പോൾ തന്നെ ഒരു കേസിൽ ഒരു 3ാം ക്ലാസ്സിലൊരു കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട്. 3ാം ക്ലാസ് മുതൽ അധ്യാപകനെ ഉപദ്രവിച്ചിട്ടുണ്ട്. കുട്ടി MBBS പഠിക്കുന്ന സമയത്താണ് ഈ കുട്ടി പുറത്തു പറയുന്നത്. അപ്പോൾ ഇത്രയും കാലം എന്തുകൊണ്ട് പുറത്ത് പറഞ്ഞില്ല? പിന്നെ അത് നമ്മുടെ ബാധ്യതയാണ്. യു ഹാവ് ടു സേ വൈ ഷീ കെപ്റ്റ് മാപ്പ്. ഒരുപാട് റീസൺസ് കാണാം. ഇപ്പോൾ ഒരു അപ്പൂപ്പൻ ഒരു വീട്ടിലെ 3 കുട്ടികളെ ചെയ്തു. അപ്പോൾ ഒരു കുട്ടി LLBക്ക് പഠിക്കുമ്പോഴാണ് ഇത് പുറത്ത് പറയുന്നത്. അപ്പോൾ ദർ മസ്റ്റ് ബി എ റീസൺ. ചിലപ്പോൾ വീട്ടുകാരോട് പറഞ്ഞിരിക്കുക, അത് പുറത്ത് പറഞ്ഞില്ല. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ കാണാം, വീട്ടിലെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പുറത്ത്. ഇപ്പോൾ രണ്ടാനച്ഛനോ അല്ലെങ്കിൽ റിലേറ്റീവ് അമ്മാവനോ ആരെങ്കിലും ഒരു അബ്യൂസ് ചെയ്യുന്നു. സോ ദേ വിൽ ലുക്ക് ആഫ്റ്റർ എവറിത്തിങ്. ദാറ്റ് വിക്ടിം വിൽ ലുക്ക് ആഫ്റ്റർ എവറിത്തിങ്, ദെയർ ഫാമിലി. ആ കുടുംബത്തിൽ പിന്നീടുണ്ടാകുന്ന ഒലച്ചിലുകൾ ആ വീട്ടിൽ ഏറ്റവും അടുപ്പമുള്ള ആളായിരിക്കും ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരുപാട് റീസൺസ് ഒരു കുട്ടിയുടെ മൈൻഡിൽ ഇറ്റ് വിൽ ബി ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് റീസൺസ് ആ കുട്ടിയുടെ മൈൻഡിൽ കാണും. ആ റീസൺസ് എല്ലാം കൂടെ കുട്ടി പറയാൻ മടിച്ച് പിന്നെ കാലതാമസം. ചിലപ്പം ഇതൊരു വെളിയിലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പറയുന്നതാവാം. വേറെ ചിലപ്പോൾ അന്ന് ചെയ്തപ്പോൾ എനിക്കിതൊരു അബ്യൂസായിട്ട് തോന്നിയില്ല എന്ന് പറയാത്തതാവാം. ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ കുട്ടി തൊട്ടടുത്തുള്ള ഒരാൾ അബ്യൂസ് ചെയ്യുന്നു, അസോൾട്ട് ചെയ്യുന്നു, പ്രൈവറ്റ് പാർട്സിൽ പിടിക്കുന്നു. ഈ കുട്ടിക്ക് അതൊരു അൺകംഫർട്ടബിളായിട്ട് തോന്നി. ബട്ട് ഷീ ഡസൻ നോ ദാറ്റ് ഈസ് എ സെക്ഷൽ അസോൾട്ട്. അത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ കുട്ടി സ്കൂളിലൊരു വീഡിയോ കാണുന്നു. വീഡിയോ കാണുമ്പോഴാണ് ഈ കുട്ടി അറിയുന്നത് ദാറ്റ് വാസ് എ സെക്ഷൽ അസോൾട്ട് വിറ്റ് ഹാപ്പൻസ് 4 years ബാക്ക്. എന്നിട്ടും കുട്ടി വെളിയിൽ പറയുന്നില്ല. ബിക്കോസ് ആ ആൾ വീട്ടിൽ ഇപ്പോഴും വരുന്ന ഒരാളാണ്. വീണ്ടും അത് 10ാം ക്ലാസ്സിൽ പറയുമ്പോൾ അത് മെൻ്റൽ ട്രോമ. ഫസ്റ്റ് റാങ്കുള്ള കുട്ടി താഴോട്ട് വന്നു, ഉറക്കമില്ലാതെയായി, പിന്നെ പഠിത്തത്തിൽ പിന്നോട്ട് പോയി, വീട്ടുകാരോട് സംസാരിക്കുക ആയി. അങ്ങനെ വന്ന് കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് പറഞ്ഞത് ഈ അപ്പൂപ്പൻ എന്നെ ഇത് സൃഷ്ടിച്ചിട്ട്. സോ ആഫ്റ്റർ 8 years ഷീ ഈസ് റിപ്പോർട്ടിങ് ദാറ്റ്. അപ്പോൾ അന്ന് ആ സാഹചര്യം കുട്ടി പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ പോയിൻറ്റ്. 10 കൊല്ലം കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്ത കേസുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡിലേയുടെ കാര്യം ഡിലേ ഉണ്ടാവാം. ഇഫ് ഇറ്റ് ഈസ് എ ജെന്യുവിൻ കേസ് ദെൻ കുട്ടികൾ പറഞ്ഞിരിക്കണം. യെസ്. ഇപ്പം ഒരുപാട് കേസുകൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആൻഡ് ആക്ച്വലി ഞാൻ അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ പൊതുവേ നമ്മൾ പോഡ്കാസ്റ്റുകൾ ചെയ്യുന്നു, എപ്പിസോഡ്സ് ചെയ്യുന്നു, നമുക്ക് കുറേ അറിവുകൾ കാര്യങ്ങൾ കിട്ടും. പക്ഷേ ഇത്രയും അധികം നമുക്ക് റിയാലിറ്റി ദിസ് ഈസ് ദ റിയാലിറ്റി ആക്ച്വലി. ചുറ്റുപാട് ഇതൊക്കെയാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മളത് ഒരു ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. സോ നമ്മുടെ ഈ സെഗ്മെൻറ്റിൻ്റെ എൻഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പം എനിക്ക് വേറൊരു ഇതൊന്നും അല്ലാതെ ബന്ധപ്പെടുത്താതെ ഞാനൊരു ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. വിജയമോഹൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആക്ച്വലി ഞാൻ നേരെന്ന് പറഞ്ഞൊരു സിനിമയിൽ കേട്ട ഒരു വക്കീലിൻ്റെ പേരായിട്ടാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയത്. പക്ഷെ എൻ്റെ ഒരു ഡൗട്ടാണ്, സാറിൻ്റെ ലൈഫ് സ്റ്റോറി ആയിരുന്നു, സാറിൻ്റെ കേസായിരുന്നു അത്? എന്തെങ്കിലും സാറായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ? എൻ്റെ ലൈഫ് സ്റ്റോറി ഒന്നുമില്ല. എൻ്റെ കോടതിയിൽ ഇതൊരു സമാനമായിട്ടുള്ള കേസുണ്ട്. അതുമല്ല, ഇത് അതിൽ സ്ക്രിപ്റ്റ് റൈറ്റർ അഭിനയിക്കുന്ന ശാന്തി, എനിക്കറിയുന്ന നമുക്ക് വേണ്ടപ്പെട്ട വളരെ അടുത്ത സുഹൃത്താണ്. എൻ്റെ അവിടെ ജൂനിയറായിട്ട് തന്നെയാണ്. അപ്പോൾ ശാന്തി തന്നെ നമ്മുടെ ഈ കേസിനൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശാന്തി തന്നെ ഒരു റിയൽ പ്രോസിക്യൂട്ടറുടെ പേര് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടന് അഡ്വക്കേറ്റ് വിജയമോഹൻ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പേര് അഡ്വക്കേറ്റ് വിജയമോഹൻ എന്ന് കൊടുത്തത്. അതാണ് എൻ്റെ കോടതിയിൽ ഇങ്ങനെ സമാനമായിട്ടൊരു കേസ് ഉണ്ടായത്. പക്ഷേ അതിൽ കാണുന്ന പോലെ തന്നെ ഒരു അന്ധയായ കുട്ടിയെ റേപ്പ് ചെയ്യുന്നൊരു കേസ് ഉണ്ടായിരുന്നു. പക്ഷേ അവർ പിന്നീട് അതും ഈ തുമ്പ പോലീസ് സ്റ്റേഷൻ തന്നെയാണ്. അത് പിന്നെ അവർ വേറെ അന്വേഷിച്ച് കണ്ടെത്തി അതിൻ്റെ റീമേക്ക് ചെയ്ത്. അപ്പോൾ ഒറിജിനൽ പ്രോസിക്യൂട്ടർ ഒരു പേര് വരുമ്പോൾ ഒന്ന് വരട്ടെ എന്ന രീതിയിൽ തന്നെ ശാന്തി തന്നെ ആ പേര് ഇട്ടതാണ്. അങ്ങനെയാണ് ആ ഫിലിമുമായിട്ടുള്ള ബന്ധം. നമ്മൾ ഈ ഒരു എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇനിയും ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങൾക്കുണ്ടാവും. അപ്പം നിങ്ങൾക്ക് തോന്നുന്ന ചോദ്യങ്ങളോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ദയവേത് കമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം, ഇത് കാണുന്ന ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യാതെ എല്ലാം
തുറന്ന കണ്ണോടെ കാണുക. ഇനി അഥവാ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ അയൽവക്കത്തോ എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യുക, നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. കാരണം നമ്മളിത് ചെയ്തില്ലെങ്കിൽ അതും ഒരു ക്രൈമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. ഒരിക്കലും ഈ നമ്മുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക, അല്ലാതെ നമ്മളിതൊരു ബന്ധുവാണല്ലോ, ഇത് ആൾക്കാർ അറിഞ്ഞാൽ എന്തുണ്ടാവും, ഇതൊന്നും ചിന്തിക്കരുത്. കാരണം നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര അധികം അപ്ഡേറ്റഡ് ആണ്. നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. സോ സാറിന് എന്തെങ്കിലും ഒരു ചെറിയ ഒരു കോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ആശയം ചെറുത് നമ്മുടെ ഓഡിയൻസിന് ഷെയർ ചെയ്യാനാണെങ്കിൽ അതും കൂടെ പറഞ്ഞ് നമുക്ക് നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ കുട്ടികളുടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു നോ അത് നമ്മുടെ ജീവിതത്തിലേക്കുള്ള യെസ് ആയിരിക്കും. ആ നോ പറയാനുള്ള ആർജവം ഉണ്ടാവണം. നമ്മൾ ഒരു ഡിഫൻസ് മെക്കാനിസം നമ്മൾ കൊച്ചിലെ വളർത്തിയെടുക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, കുട്ടികളും ശ്രദ്ധിക്കണം. നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ പിടിക്കാൻ ആർക്കും അധികാരമില്ല. ദേ മസ്റ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ആ നോ പറയാൻ ആർജവം ഉണ്ടാവണമെന്ന് ഒറ്റ ഇതാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. So yeah, no is a powerful word. So yeah, thank you so much, sir. Thank you so much for having us also. Thank you, the Grant Golden Diamonds, for sponsoring this video. That's it. Let's pink it.